Hi friends, today we are going to discuss the activities of the Shield of Courage. അല്ലേ, നമ്മൾ ഷീൽഡ് ഓഫ് കറേജിന്റെ ചാപ്റ്ററും ക്വസ്റ്റ്യൻ ആൻസറും ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതിൽ വളരെ കുറച്ച് ആക്ടിവിറ്റീസ് ആണ് കേട്ടോ. നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ആക്ടിവിറ്റി, ലെറ്റ്സ് റീകോൾ ആൻഡ് റീക്രിയേറ്റ്. അല്ലെ, ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ കുറച്ച് പിക്ചർ ഒക്കെ കാണുന്നുണ്ടല്ലോ മക്കളെ. ഇത് എന്താണ്? ന്യൂസ് പേപ്പറിന്റെ അല്ലെ, പല പല ന്യൂസ് പേപ്പറിലും ആ ടൈമിൽ ഈ ആക്സിഡന്റ് നടക്കുന്ന സമയത്തൊക്കെ, അന്നത്തെ കാലത്തൊക്കെ ന്യൂസ് പേപ്പർ ഉണ്ട് കേട്ടോ. അപ്പൊ അന്നത്തെ സമയത്തുള്ള കുറച്ച് ന്യൂസ് പേപ്പേഴ്സ് ആണ്. ഇത് പോരാന്നുണ്ടെങ്കിൽ നിങ്ങൾ സൈറ്റിലൊക്കെ അടിച്ചു നോക്കി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ അന്നത്തെ കാലത്ത് വന്നിട്ടുള്ള ന്യൂസ് പേപ്പറിൽ വന്നിട്ടുള്ള ന്യൂസുകൾ കാണാം കേട്ടോ. അപ്പൊ അന്ന് വന്നിട്ടുള്ള കുറച്ച് ന്യൂസ് പേപ്പേഴ്സുകൾ അത് നോക്കി കണ്ടോ. വേൾഡ് ബ്രേവസ്റ്റ് വുമൻ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യ ഈസ് പ്രൗഡ് ഓഫ് നീരജ, ഹീറോയിൻ ഹൂ പേഡ് വിത്ത് ഹർ ലൈഫ്, ഹീറോയിൻ ഓഫ് ദ ഹൈജാക്കേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ സംഭവബഹുലമായിട്ടുള്ള കുറെ ന്യൂസുകളുണ്ട് അല്ലെ. അപ്പൊ നോക്കാം. Here are some news reports on the heroic martyrdom and the Neeraj Banath, and the Banath appeared in the leading dailies and read each headlines carefully. ഇതൊക്കെ നിങ്ങളോട് കെയർഫുൾ ആയിട്ട് വായിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവരുടെ ആ ഒരു ധീരതയുടെ രക്തസാക്ഷിത്വത്തിന്റെ ഭാഗമായിട്ടൊക്കെ കൊടുത്തിട്ടുള്ള പല പല വേർഡ്സുകളൊക്കെയാണ് കേട്ടോ. നോക്കാം. In the light of your reading of the passage, a shield of courage, prepare a paragraph on the aptness and the other notable features of these headlines. അല്ലെ, അങ്ങനെ ഷീൽഡ് ഓഫ് കറേജ് വായിച്ചിട്ട് അതിന്നും, അതുപോലെ ഇത് വായിച്ചിട്ട് ഇതിന്നും, അങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ അല്ലെ ചാപ്റ്ററിനെ കുറിച്ച് നല്ലൊരു അവയർനെസ് ഉണ്ടോ എന്ന് ഇവർക്ക് അറിയും വേണം. എന്നാലേ ഈ ഹെഡ്ലൈൻസ് ഒക്കെ വായിച്ചിട്ട് നിങ്ങൾക്ക് കുറച്ച് അതിനെ കുറിച്ചും എഴുതാൻ കിട്ടണം. ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് നിങ്ങളോട് കുറച്ച് പാരഗ്രാഫ് ഒക്കെയാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പൊ ആ ഹെഡ്ലൈൻസിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ എഴുതി വെക്കണം. അതോടുകൂടെ തന്നെ നിങ്ങൾക്ക് ആ ചാപ്റ്ററിനെ കുറിച്ച് അവയർനെസ് ഉണ്ടോ എന്നും കൂടെ ഇതിലൂടെ അറിയണം കേട്ടോ. നോക്കാം. The headlines about Neeraj Banath from various news reports aptly capture the essence of her heroic action during the hijacking of Pan Am Flight 73. അല്ലെ, ഇവിടെ ഹെഡ്ലൈൻസ് അബൌട്ട് നീരജ ബാനറ്റ് ഫ്രം ദ വേരിയസ് ന്യൂസ് പേപ്പർ, ആ ഒരു സമയത്തുള്ള ഒരുപാട് ന്യൂസ് പേപ്പർ റിപ്പോർട്ടുകളിൽ നിന്ന് വന്നിട്ടുള്ള വളരെ ഹീറോയിക് ലൈൻസ് ആയിട്ടുള്ള, വളരെ ഫേമസ് ആയിട്ടുള്ള, വളരെ ആ ഒരു ടൈമിൽ അതിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ആഴത്തിൽ ഉള്ള ഒരുപാട് ഹെഡ്ലൈൻസ് ആ സമയത്ത് വന്നിട്ടുള്ള, ആ ഒരു ഹൈജാക്കിന്റെ ടൈമിൽ വന്നിട്ടുള്ള ഒരു ഇതാണ് ഈ കാണുന്നതൊക്കെ. മീൻസ് അപ്പുറത്ത് നിങ്ങൾ കണ്ടതൊക്കെ കേട്ടോ. ദെൻ ഫ്രേസസ് ലൈക്ക് വേൾഡ്സ് ബ്രേവസ്റ്റ് വുമൺ. അല്ലെ, നിങ്ങൾ അതിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു ഹെഡ്ലൈൻ ആയിരുന്നു എന്ത്? വേൾഡ് ബ്രേവസ്റ്റ് വുമൺ. അല്ലെ, ലോകത്തിലെ ഏറ്റവും ധീരയായിട്ടുള്ള വനിത. അല്ലെ, ഹെറോയിൻ ദ ഹൈജാക്കിലെ ഹീറോ. അല്ലെ, highlights not only her exceptional courage. ഈ രണ്ട് ന്യൂസിന്റെയും ഈ ഹെഡിങ് വെറും അവളുടെ ഒരു ധൈര്യത്തെ മാത്രമല്ല ഇതിലൂടെ കാണുന്നത്. അല്ലെ, ബ്രേവ് വുമൺ, ഹീറോയിൻ എന്നൊക്കെ പറഞ്ഞ ധൈര്യം മാത്രമല്ല ഈ ഒരു ലൈനിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. ബട്ട് ഓൾസോ ഹെർ pivotal റോൾ ഇൻ സേവിങ് ലൈഫ്സ് ഡ്യൂറിങ് ദ ടെറിഫൈങ് ക്രൈസിസ്. അല്ലെ, വളരെ ഭയാനകരമായിട്ടുള്ള, വളരെ അങ്ങേയറ്റം അപകടത്തിൽപ്പെട്ടിട്ടുള്ള ഒരു ക്രൈസിസ്, ഒരു അപകടാവസ്ഥയിൽ നിന്നും ആളുകളെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൾ എടുത്ത വളരെ ഫ്രണ്ടിൽ നിന്നുകൊണ്ട് അവൾ എടുത്തിട്ടുള്ള ആ ഒരു ഇമ്പോർട്ടന്റ് റോളും എന്ത് ചെയ്യാൻ കാണും നമുക്ക് ഈ ഒരു രണ്ട് ഹെഡിങ്സിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. These headlines reflect a deep sense of respect. അല്ലെ, ഈ ഹെഡ്ലൈൻ ഒക്കെ റിഫ്ലക്ട് ചെയ്യുന്ന എന്താണ്? ഒരു ഡീപ്പ് സെൻസ് ഓഫ് റെസ്പെക്ട് ആണ്. അല്ലെ, ആഴത്തിലേറിയ ഒരു ബഹുമാനം ആൻഡ് അഡ്മിറേഷൻ. അല്ലെ, അംഗീകാരം. അല്ലെ, ഫോർ ഹെർ ബ്രേവറി, അവളുടെ ബ്രേവറിക്കുള്ള, അവളുടെ ധീരതക്കുള്ള വലിയ രീതിയിലുള്ള ഒരു അംഗീകാരവും ബഹുമതിയും ഒക്കെയാണ് ഈ ഒരു ലൈൻസിലൂടെ നമുക്ക് കാണുന്നത്. ആൻഡ് എംഫസൈസിങ്, ഇത് ഊന്നൽ നൽകി പറയുന്നത് that she acted selflessly even at the cost of her own life. അല്ലെ, അവളുടെ ജീവിതം ത്യജിച്ച് ആ ടൈമിൽ പോലും, സ്വന്തം ജീവിതം ആ ടൈമിൽ പോലും അവൾ എന്ത് ചെയ്തിട്ടില്ല? അവള് ഒരു സ്വാർത്ഥതയോട് കൂടിയിട്ട് പെരുമാറിയിട്ടില്ല. അവള് വളരെ നിസ്വാർത്ഥമായിട്ടാണ് പെരുമാറുക. ഒരു സ്വാർത്ഥതയോട് കൂടിയിട്ട് പെരുമാറാതെ അവളുടെ സ്വന്തം ജീവൻ പോലും ത്യജിച്ചു കൊണ്ടാണ് ഇത് നേടിയത് എന്നുള്ള ആ ഒരു അതാണ് ഇതിൽ കൂടുതൽ എംഫസൈസ് ചെയ്തിട്ട് ഈ ഒരു ഹെഡ്ലൈൻസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
The wording is powerful and evocative അല്ലെ. ആ ഒരു വാക്കുകൾക്ക് എന്താണ്, വളരെ പവർഫുൾ ആണ് അല്ലെ. അതുപോലെ തന്നെ വളരെ ഇവോക്കേറ്റീവ്, നമ്മളെ ഉണർത്തിപ്പിക്കുന്ന ടൈപ്പുകളാണ്. ആൻഡ് ഡ്രോയിങ് റീഡേഴ്സ് അറ്റൻഷൻ ടു ഹർ സ്ട്രെങ്ത് ആൻഡ് സാക്രിഫൈസ് അല്ലെ. അതുപോലെ ആ റീഡേഴ്സിന്റെ പേപ്പർ വായിക്കുന്ന ആളുകളുടെ അവരുടെ അറ്റൻഷൻ ഫുൾ അവരുടെ സ്ട്രെങ്ത്തിൽ, അവരുടെ മെന്റൽ സ്ട്രെങ്ത് ഉണ്ട് അല്ലെ, അവരുടെ ആ ഉള്ളിൽ നിന്ന് വന്നൊരു സ്ട്രോങ് പവർ ഓഫ് സ്ട്രെങ്ത് ഉണ്ട് അല്ലെ. അതുപോലെ അവരുടെ സാക്രിഫൈസും അവരുടെ ത്യാഗവും എല്ലാത്തിലോട്ടും ആളുകളുടെ അറ്റൻഷൻ കൊണ്ടുവരുന്ന രീതിയിലുള്ള ഒരു ഹെഡ്ലൈൻസ് ആണ് എല്ലാം. ദ ഹെഡ്ലൈൻ ഇന്ത്യ ഈസ് പ്രൗഡ് ഓഫ് നീരജ അല്ലെ. ഒരു ഹെഡ്ലൈൻസ് ആയിരുന്നു എന്ത്, ഇന്ത്യ ഈസ് പ്രൗഡ് ഓഫ് നീരജ. ഇന്ത്യ എന്ത് ചെയ്യാണ്, നീരജയെ കുറിച്ച് ഓർത്ത് ഇന്ത്യ അഭിമാനം കൊള്ളുന്നു എന്ന് പറയുന്നുണ്ട് അല്ലെ. ആൻഡ് ദിസ് സ്ട്രെങ്തൻ ദ ഇമോഷണൽ കണക്ഷൻ. ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഇമോഷണലി കണക്ട് ചെയ്യുന്നു നമ്മളെല്ലാവരും. അപ്പൊ നമ്മൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മളിപ്പോ നമ്മുടെ ഇവിടെ വരുമ്പോൾ നമ്മളെ കേരളം നമ്മ അവിടെ ഇവിടെ എന്നൊക്കെ പറയും, പക്ഷെ നമുക്ക് തമിഴ്നാട് അങ്ങനെ പറയും. പക്ഷെ ചില സാഹചര്യങ്ങളിൽ നമ്മൾ ഇന്ത്യക്കാരാണ് എന്നുള്ള ഒരു ഇത് നമ്മൾ വരാറുണ്ട് അല്ലെ. പുറത്തുനിന്നുള്ള ഒരു രാജ്യത്തിന്റെ ആക്രമണമൊക്കെ വരുമ്പോ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഒറ്റക്കെട്ടാണ്, ഒരു ഇന്ത്യക്കാരെന്ന് പറയുന്ന ഒരു ഇമോഷൻസ് അവിടെ വരുന്നുണ്ട് അല്ലെ. അതേപോലെ ഒരു ഇമോഷൻ ഉണ്ട് ആ ഒരു ഹെഡ്ലൈൻസിലും. ഇറ്റ് സ്ട്രെങ്തൻ ദ ഇമോഷണൽ കണക്ഷൻ അസൈൻ ടു കളക്ട് എ നാഷണൽ പ്രൈഡ് ഇൻ ഹർ ഹീറോയ്സ് അല്ലെ. നമുക്കിടയിൽ നമ്മുടെ ഇന്ത്യക്കാരിയാണെന്നുള്ള ഒരു ദേശീയമായിട്ടുള്ള ഒരു അഭിമാനം, ദേശീയപരമായിട്ടൊരു അഭിമാനം ആ ഹീറോയിസത്തിൽ നമുക്ക് ഉണ്ടാവുന്നുണ്ട്. നമ്മൾ ഇന്ത്യക്ക് പ്രൗഡ് എന്ന് പറയുമ്പോൾ റിമൈൻഡിങ് us ഓഫ് ദ ഇമ്പാക്ട് ഓഫ് വൺ ഇൻഡിവിജ്വൽ ക്യാൻ ഹാവ് ഡ്യൂറിങ് their സിറ്റുവേഷൻസ് അല്ലെ. അതേപോലെ തന്നെ നമുക്ക് ഇത് മറ്റൊരു രീതിയിൽ നമുക്ക് സ്വാധീനിക്കും. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കിടയിലും ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ തോന്നും, നമുക്കൊരു പ്രചോദനമാണത് അല്ലെ. എന്തെങ്കിലും ഇങ്ങനെ ഒരു ക്രൈസിസ് വരുമ്പോൾ തിങ്ക് ചെയ്തുകൊണ്ട് നല്ല തീരുമാനം എടുത്തുകൊണ്ട് നമുക്കും തന്നെ ഇങ്ങനെ ഒരു കറേജ് ലഭിക്കും ഇങ്ങനെയുള്ള ഈ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടൊക്കെ വായിക്കുമ്പോൾ. Overall, these headlines effectively honor Neeraja ബാനേഴ്സ് അല്ലെ, ബാനേഴ്സ് ലെഗസി. അതുപോലെ തന്നെ ഈ ഒരു ന്യൂസ് പേപ്പറിലെ എല്ലാ ഹെഡ്ലൈൻസും എന്ത് ചെയ്യുന്നുണ്ട്, അവരൊക്കെ ഹോണർ ചെയ്യുന്നുണ്ട് എന്ത്, നീരജയുടെ ആ ലെഗസി, അവരുടെ ആ പ്രൊഫഷണൽ അവരുടെ ആ ഒരു പ്രൊഫഷണൽ അംഗീകാരം, അതാണ് ഈ ലെഗസി കേട്ടോ ഇവിടെ. ആൻഡ് റിക്കഗ്നൈസിങ് ഹർ ആസ് എ സിമ്പിൾ ഓഫ് കറേജ് ആൻഡ് റെസിലിയൻസ്. അതുപോലെ തന്നെ അവളുടെ കറേജ് ധൈര്യവും ആൻഡ് റിസലിയൻസ് മീൻസ് ഒരാൾക്ക് തിരിച്ചെടുക്കാനുള്ള കഴിവ് എന്ന് പറയില്ല, ആ മനുഷ്യന്റെ മാൻ പവർ അല്ലെ, ഒരു തിരിച്ചു പിടിക്കാനുള്ള ആ ഒരു കഴിവിനൊക്കെ നമ്മൾ റെസിലിയൻസ് എന്ന് പറയാറുണ്ട് കേട്ടോ. ആത്മസമർപ്പണവും അവരുടെ കറേജും ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഹെഡ്ലൈൻസ് ഒക്കെ നമുക്ക് വ്യക്തമാക്കിയിട്ട് തരുന്നുണ്ട്. Then activity 2. The English club of your school has decided to conduct a meeting of the commemorate of the Neeraja Banners heroes അല്ലെ. അവരെ ഒന്ന് സ്മരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു മീറ്റിംഗ് ഒക്കെ കൂടാൻ പോകുന്നുണ്ട് മക്കളെ. And you have been asked to inform the students about the meeting and also give them some details of Neeraja brave self-sacrifice അല്ലെ. മക്കളെ വെറുതെ ഒരു നോട്ടീസോ എഴുതി ഒപ്പിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ ആളുകളെ അറിയിക്കുമ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ആ ബുക്ക് വായിച്ചെന്നുള്ള വിവരം കൂടെ ആ നോട്ടീസ് വായിക്കുന്ന ആൾക്ക് കിട്ടണം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതില് നീരജയുടെ ബ്രേവ് സെൽഫ് സാക്രിഫൈസ്, ധീരതയും അവളുടെ ആത്മസമർപ്പണവും അല്ലെ, ത്യാഗവും അതുപോലെ ഇതും അതിലുണ്ടാവണം എന്നാണ് പറയുന്നത് കേട്ടോ. അല്ലാതെ വെറുതെ നമ്മൾ നീരജയുടെ ഇതിന് വേണ്ടിയിട്ട് കൂടുകയാണെന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടീസ് അങ്ങ് അടിച്ചിട്ട് കാര്യമില്ല. ചാപ്റ്ററിനെ കുറിച്ച് നിങ്ങൾക്ക് അറിവ് കിട്ടിയോ, കുറച്ചൊക്കെ 4 ഡയലോഗ് നീരജയെ കുറിച്ച് പറയാൻ നിങ്ങൾക്ക് കഴിയും കൂടെ വേണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം ഒരു നോട്ടീസ് എങ്ങനെ പ്രിപ്പയർ ചെയ്യും മീറ്റിങ്ങിന് എന്ന്. നോട്ടീസ് ആണ് ABC ഹൈസ്കൂൾ ചിഹ്നം എ ട്രിബ്യൂട്ട് ടു നീരജ ബാനർട്ട് അല്ലെ. എന്താണ്, നീരജ ബാനർട്ടിനുള്ള ഒരു ട്രിബ്യൂട്ട്, അങ്ങനെ ജസ്റ്റ് ഒരു ഹെഡ്ലൈൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ കുട്ടികളോടാണല്ലോ പറയുന്നത് അല്ലെ. ഡിയർ സ്റ്റുഡൻസ്, there will be a special program in our school to honor the outstanding legacy of നീരജ ബാനർട്ട് അല്ലെ. നമ്മുടെ സ്കൂളിൽ എന്താ എടുക്കാൻ പോകുന്നുണ്ട്, ഒരു സ്പെഷ്യൽ പ്രോഗ്രാം നമ്മൾ കണ്ടക്ട് ചെയ്യാൻ പോകുന്നുണ്ട്. ആർക്കുള്ള ഹോണർ ആയിട്ടാണ്, ലെഗസി ഓഫ് ദ നീരജ ബാനർട്സിന്റെ ഒരു ലെഗസി ആയിട്ടുള്ള, ഒരു ഔട്ട്സ്റ്റാൻഡിങ് ലെഗസി ആയിട്ടുള്ള നീരജ ബാനർട്സിന്റെ അതിനൊരു ഹോണർ കൊടുത്തുകൊണ്ട് നമ്മളൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. The brave flight attendant who sacrificed her life to save the lives of the hundreds of passengers during the Pan Am Flight 73 hijacking. Okay, എന്താണ് ഇവിടെ നോക്കാം.
ഔട്ട്സ്റ്റാൻഡിംഗ് ലെഗ്സ് ഓഫ് നീരജ ബാനറ്റ് എന്ന് പറഞ്ഞിട്ട് നീരജ ബാനറ്റിനെ കുറിച്ച് ചെറിയൊരു എക്സ്പ്ലനേഷൻ നമ്മൾ ഇതിൽ കൊടുക്കുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, നോട്ടീസ് ചെയ്തുമ്പോൾ നമുക്ക് ചാപ്റ്ററിനെ കുറിച്ചുള്ള നോളജ് അറിയണം. ഓക്കെ, അപ്പൊ നീരജ ബാനറ്റ് ആരാന്ന് അവിടെ പറയുന്നുണ്ട്. ദ ബ്രേവ് ഫ്ലൈറ്റ് അറ്റൻഡന്റ് ആണ്, വളരെ ധീരശാലിയായിട്ടുള്ള ഒരു ഫ്ലൈറ്റിലെ ക്രൂ മെമ്പർ ആണ്, അല്ലെങ്കിൽ ഒരു വർക്കറാണ്. ഹു സാക്രിഫൈസ്, അവരുടെ ലൈഫ് ത്യാഗം ചെയ്തു, ഹെർ ലൈഫ് ടു സേവ് ദ ലൈവ്സ് 100 of passengers, അല്ലെ, 100 കണക്കിന് പാസഞ്ചേഴ്സിനെ രക്ഷിക്കാൻ വേണ്ടി ഡ്യൂറിംഗ് ദ പാൻ ആം ഫൈറ്റ് ഓഫ് 73 ഹൈജാക്ക് ചെയ്യപ്പെട്ട സമയത്ത് 100 കണക്കിന് ആളുകളെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവിതം ത്യാഗം ചെയ്ത നീരജ ബാനർട്ട്. ഓക്കെ, Neeraja was shot while valiantly shielding 3 children from the bullets. അല്ലെ, ബുള്ളറ്റിൽ നിന്നും 3 കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ശരീരത്തെ ധീരതയുടെ കവചമാക്കി മാറ്റിക്കൊണ്ടാണ് അവൾ എന്ത് ചെയ്തത്, വെടിയുണ്ടകൾ ഏറ്റുവാങ്ങിയത്. Neeraja Bannert's heroism and sacrifice will live on our memory forever. എന്താണ് നീരജയുടെ ഹീറോയിസവും അവരുടെ സാക്രിഫൈസ് മൈൻഡും എന്നും നമുക്കിടയിൽ ഇങ്ങനെ ലൈവായിട്ട് തന്നെ എന്നും നമ്മുടെ മെമ്മറിയിൽ ഏത് കാലത്തും അതേപോലെ തന്നെ എന്നും ഇങ്ങനെ നിലനിൽക്കും. There will be a documentary screening on Neeraja heroic story at the function. അല്ലെ, ഫംഗ്ഷൻ ആണ് അല്ലെ, അത് കാണാൻ കുട്ടികളെ വരുമ്പോൾ വെറുതെ ഇരുത്താൻ പറ്റില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, അന്നത്തെ ദിവസം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നീരജയുടെ ഒരു ഹീറോയിക് സ്റ്റോറി അല്ലെ, അതിന്റെ ഒരു ഡോക്യുമെന്ററി കാണിക്കുന്നുണ്ട്. സ്റ്റുഡൻസ് വിൽ പ്രസന്റ് ഒറിജിനൽ പോയട്രി ആൻഡ് എസ് ട്രിബ്യൂട്ട് ടു നീരജ ഹീറോയിസം. അന്നത്തെ സ്റ്റുഡൻസിന് ഒരു അവസരം കൂടെ ഉണ്ട് കേട്ടോ, അവർക്ക് നീരജയുടെ ലെഗസിയോ നീരജയുടെ ഇതൊക്കെ വായിച്ചിട്ട് അവർക്ക് വേണ്ടിയിട്ട് പോയട്രിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവട്ടെ, അവർക്ക് പോയട്രി എസ്സേ ഒക്കെ അവരെ കുറിച്ച് എഴുതാം, അത് പ്രസന്റ് ചെയ്യാം. ദെർ വിൽ ബി എ കാൻഡിൽ ലൈറ്റ് ട്രിബ്യൂട്ട് അറ്റ് ദ എൻഡ്. എന്നിട്ട് എല്ലാത്തിനും അവസാനം എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മെഴുകുതിരിയൊക്കെ കത്തിച്ചിട്ടുള്ള ഒരു ട്രിബ്യൂട്ടും കൂടെ അതിന്റെ അവസാനം എല്ലാവരും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ മെഴുകുതിരിയൊക്കെ കത്തിച്ചിട്ട് നിങ്ങൾ കണ്ടിട്ടില്ല, നമ്മള് പല പല ചാനലുകളിലും അതുപോലെ ഫിലിമിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ, വലിയ ആളുകളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ചെയ്യുന്ന പോലെ ലാസ്റ്റ് ഒരു കാൻഡിൽ ലൈറ്റ് ട്രിബ്യൂട്ടും കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഡേറ്റ് 15 നവംബർ 2024, ടൈം ഇങ്ങനെ വെനീസ് സ്കൂൾ ഓഡിറ്റോറിയം എന്നൊക്കെ കൊടുക്കണം കേട്ടോ, ഇത് കറക്റ്റ് ആയിട്ട് നോട്ടീസിൽ വേണം. അതുപോലെ ഓൾ ആർ വെൽക്കം, സെക്രട്ടറി ഇംഗ്ലീഷ് ക്ലബ്ബ് ചെല്ലും നവംബർ 2, ഇങ്ങനെ വ്യക്തമായിട്ട് കൊടുക്കണം നോട്ടീസ് കേട്ടോ. നോട്ടീസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണ്, ഒരുപാട് വിശദീകരിച്ച് കൊടുക്കില്ല, കാര്യം വളരെ വൃത്തിയായിട്ട് സമയവും സ്ഥലവും ഒക്കെ കറക്റ്റ് ആയിട്ട് പറയുന്നത്. പിന്നെ ഇവിടെയും പിന്നെ കുറച്ച് വിശദീകരണം വന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കാർ നമ്മൾ നീരജ ബാനറ്റിനെ കുറിച്ചുള്ള സാക്രിഫൈസിന്റെ ഇതിനെ കുറിച്ച് ആഡ് ചെയ്യാൻ പറഞ്ഞത് കൊണ്ടാണ് നോട്ടീസ് ഇത്രത്തോളം വലുതായി വരുന്നത് കേട്ടോ. Then activity 3. Imagine that at the commemoration meeting, a survivor of the hijacking recounts her trauma and relief in the speech praising Neeraja courage and sacrifice. അല്ലെ, ഇനി ആ ഒരു മീറ്റിംഗിൽ വെച്ചിട്ട്, അന്നത്തെ ആ ഒരു സ്മരണ മീറ്റിംഗിൽ വെച്ചിട്ട് അന്ന് അതിൽ നിന്ന് രക്ഷപ്പെട്ട ആ ഒരു വലിയ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നിട്ടുള്ള ഒരാൾക്ക് എന്ത് ചെയ്യാണ്, ഒരു അവസരം കിട്ടുകയാണ്, നീരജയെ പ്രൈസ് ചെയ്തുകൊണ്ട് സ്പീച്ച് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുകയാണ് കേട്ടോ. അപ്പൊ ആ ഒരു സ്പീച്ചാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. നോക്കാം. Speech. Respected teachers, honorable dignitaries on stage and my dear friends. അല്ലെ, ഇങ്ങനെ നമ്മൾ ഒരു ചെറിയ സാലൂഷൻസ് ഒക്കെ കൊടുത്തു. Then it's a privilege to stand here today to honor Neeraja Bannert's sacrifice. അല്ലെ, എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയാറില്ലേ, ഇതെനിക്കൊരു വലിയൊരു അഭിമാനമാണ് ഈ നിമിഷം എനിക്ക് ഇവിടെ വന്ന് ഇങ്ങനെ ഒരു ഇതിന് പങ്കെടുക്കാൻ പറ്റിയതിൽ എന്ന് പറയില്ല, ആ ഡയലോഗാണ് കേട്ടോ. A true hero, his sacrifice saved so many lives including me. അല്ലെ, ഇത് എനിക്കൊരു വലിയ പ്രിവിലേജ് ആണ് ഇവിടെ വന്ന് നിങ്ങളുടെ മുമ്പിൽ നീരജ ബാനറ്റ് എന്ന് പറയുന്ന ഒരുപാട് പേരുടെ ജീവൻ രക്ഷിച്ച വ്യക്തിയെ കുറിച്ച് പറയാൻ കഴിഞ്ഞത്, ഇൻക്ലൂഡിങ് മീ, എന്നെയും കൂടെ, ഇൻക്ലൂഡിങ് എന്നെയും എന്നെ പോലെ ഒരുപാട് ആളുകളുടെയും ജീവൻ രക്ഷിച്ച നീരജ ബാനറ്റിന്റെ ഈ ഒരു പ്രോഗ്രാമിൽ ഇവിടെ വന്ന് 2 വാക്ക് പറയാൻ പറ്റുന്നതിൽ എന്ത് തോന്നുന്നു, പ്രിവിലേജ് തോന്നുന്നു അല്ലെ, അഭിമാനം തോന്നുന്നു. ഓക്കെ, this meeting is a tribute to her courage, compassion and selflessness. അല്ലെ, ഈ മീറ്റിംഗ് എന്തിനുള്ളതാണ്, അവളുടെ ഒരു ട്രിബ്യൂട്ടാണ്, അവൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ട്രിബ്യൂട്ടാണ്, അവരുടെ ധീരതക്കും അവരുടെ സഹതാപവും ദയത്തിനും അവരുടെ നിസ്വാർത്ഥമായിട്ടുള്ള ക്യാരക്ടറും ഒക്കെ ഉണ്ട് അല്ലെ, ഇതിനെല്ലാം വേണ്ടിയിട്ടുള്ള ഒരു ട്രിബ്യൂട്ടാണ് ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത്. Neeraja was a bright, determined young woman who dreamed of making difference. അല്ലെ, നീരജ എന്ന് പറയുന്നത് വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള, വളരെ ഊർജ്ജസ്വലരായിട്ടുള്ള, വളരെ സ്ട്രോങ് ആയിട്ടുള്ള, ഡിറ്റർമിനേഷൻ, തീരുമാനങ്ങളുള്ള, വളരെയധികം സ്വപ്നങ്ങളുള്ള ഒരു വളരെ ഡിഫറെന്റ് ആയിട്ട് സ്വപ്നങ്ങൾ കാണുന്ന, വളരെ സ്ട്രോങ് ഡിറ്റർമിനേഷൻ ഉള്ള ഒരു വ്യക്തിയായിരുന്നു.
Her journey from being a model to become a senior flight purser was marked by her elegance, professionalism and dedication. അവളുടെ ജീവിത യാത്രയിൽ ഒരു മോഡലായി തുടങ്ങിക്കൊണ്ട് ഒരു സീനിയർ ഫ്ലൈറ്റ് പെർസുവായി മാറുന്നത് വരെയുള്ള അവളുടെ ആ യാത്ര എന്ന് പറയുന്നത് അവളുടെ എന്തുകൊണ്ടുണ്ടായതാണ്? അവളുടെ എലഗൻസും പ്രൊഫഷണലിസവും ഡെഡിക്കേഷൻ എന്ന് പറയുന്ന അവളുടെ ഈ ഒരു ക്വാളിറ്റീസിലെ അവളുടെ ചാരുതയും അവളുടെ പ്രൊഫഷണലിസവും അവളുടെ ആത്മസമർപ്പണവും ധൈര്യവും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾ കൊണ്ടും അവള് എത്തിയതാണ് അവളുടെ ഈ ഒരു ജേണി എന്ന് പറയുന്നത്. ഓൺ ദ ട്രാജിക് ഡേ ഓഫ് ദ ഹൈജാക്കിംഗ്, ആ ഒരു ദുരന്തം നിറഞ്ഞ ഹൈജാക്കിന്റെ ആ ദിവസം നീരജ ഡിസ്പ്ലേഡ് എക്സ്ട്രാ ഓർഡിനറി കറേജ്. അന്ന് നീരജ എന്ത് ചെയ്തു? ഓർഡിനറി അല്ല, എക്സ്ട്രാ ഓർഡിനറി, അത്യധികം ധീരതയാണ് അന്ന് കാണിച്ചത്. ഷി സ്റ്റേഡ് കാം അണ്ടർ ദ പ്രഷർ. ആ ഒരു പ്രഷർ സമയത്തും അവൾ എന്ത് ചെയ്തു? അവൾ കാം ആവാൻ വേണ്ടി ശ്രമിച്ചു അല്ലെ. ആൻഡ് പ്രൊട്ടക്ട് ദ പാസഞ്ചേഴ്സ് ആൻഡ് ഈവൻ hide the passport of the American passengers on the flight to prevent the hijackers from the identifying. അന്നത്തെ ദിവസം അവൾ വളരെ കാമായിട്ട് പാസഞ്ചേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്തു. ഈവൻ എന്ത് വരെ ചെയ്തു? അമേരിക്കൻ പാസഞ്ചേഴ്സിനെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി അവൾ അവരുടെ പാസ്പോർട്ട് വരെ എന്ത് ചെയ്തു? ഹൈഡ് ചെയ്തുകൊണ്ട് അവരെ ഹൈജാക്കേഴ്സിന്റെ അവരുടെ ഐഡന്റിഫൈ അവർ വെളിപ്പെടുത്താതെ രക്ഷപ്പെടുത്തി. ഹർ ഡിറ്റർമിനേഷൻ, അവളുടെ സ്ട്രോങ് ഡിസിഷൻ, സ്ട്രോങ് തീരുമാനമെടുക്കാനുള്ള കഴിവ്, ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് സെൽഫ് സാക്രിഫൈസ് അല്ലെ, ആ ഒരു ധൈര്യം അല്ലെ, ആ ഒരു ആത്മസമർപ്പണത്തിനുള്ള ഒരു ധൈര്യവും. ആൻഡ് ഷോൺ ബ്രൈറ്റ്ലി ഈവൻ ഷീ ഷീൽഡ് ഇന്നസെന്റ് ചിൽഡ്രൻ ഫ്രം ദ ബുള്ളറ്റ്സ് ഓഫ് ദ ഹൈജാക്കേഴ്സ് അറ്റ് ദ കോസ്റ്റ് ഓഫ് ഹർ ലൈഫ് അല്ലെ. അവളുടെ ഡിറ്റർമിനേഷൻ, സാക്രിഫൈസും എല്ലാം എന്താണ് നമുക്ക് അവിടെ ഏത് ടൈമിൽ നമുക്കത് കാണാൻ സാധിച്ചിട്ടുണ്ട്. ആ 3 കുട്ടികളെ, ഇന്നസെന്റ് ആയിട്ടുള്ള 3 കുട്ടികളെ സ്വന്തം ഒരു ഷീൽഡാക്കി മാറ്റിക്കൊണ്ട്, സ്വന്തം ശരീരത്തെ ഒരു കവചമാക്കിക്കൊണ്ട്, ബുള്ളറ്റ് ഏറ്റ് വാങ്ങിക്കൊണ്ട് ആ ഒരു ലൈഫ് അവളുടെ ജീവിതം അവൾ ബലിയർപ്പിച്ച ആ ടൈമിൽ നമുക്ക് എന്ത് കാണാൻ സാധിക്കും? അവളുടെ ഡിറ്റർമിനേഷനും സെൽഫ് സാക്രിഫൈസ്, സ്പിരിറ്റ് ഓഫ് സെൽഫ് സാക്രിഫൈസും. ഓക്കെ, ഓൺ ദ ട്രാജിക് ഡേ ഓഫ് ദ ഹൈജാക്കിംഗ് അല്ലെ, ഹൈജാക്ക് ടാക്സിന്റെ ആ ഒരു ദിവസം നീരജ ഡിസ്പ്ലേഡ് എക്സ്ട്രാ ഓർഡിനറി കറേജ് ആൻഡ് ഷീ സ്റ്റേഡ് കാം ആൻഡ് അണ്ടർ പ്രഷർ പ്രൊട്ടക്റ്റഡ് ആൻഡ് ഈവൻ ഹൈഡ് പ്രസ്. ഇത് ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് വന്നതാണ് കേട്ടോ. Her extraordinary heroism earned her global acclaim with several national bestowing prestigious honors on the help of posthumously, including Ashoka Chakra അല്ലെ. അവരുടെ ആ ഒരു കറേജിനും അവരുടെ ആ ഒരു ധീരതയ്ക്കും അവരുടെ മരണാന്തരം ഒരുപാട് ബഹുമതികൾ വേൾഡ് വൈഡ് ആയിട്ട് ഒരുപാട് നാഷണൽസിന്റെ ഭാഗത്തുനിന്ന് അവൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ പെടുന്നതാണ് അശോക ചക്ര, ഇന്ത്യ ഹൈയസ്റ്റ് പീസ് ടൈം ഗാലണ്ടറി അവാർഡ്, ദ പ്രിസർവ്സ് ഹെർ ലെഗസി, നീരജ ഫാമിലി എസ്റ്റാബ്ലിഷ് ട്രസ്റ്റ് ടു ഹോണർ ഹർ സാക്രിഫൈസ്. അതിനുശേഷം നീരജയുടെ ഫാമിലി ഒരു ട്രസ്റ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു, ഹെർ മെമ്മറി ലൈവ്സ് ഫോർ, അവളുടെ ഓർമ്മകൾ എന്നും അതേപോലെ തന്നെ നിലനിൽക്കാൻ വേണ്ടി. Let me conclude my words hoping that Neeraja unparalleled sacrifice may inspire us to remain courageous. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നീരജയുടെ ആ ഒരു ധീരത എന്നും തന്നെ എന്തായിരിക്കും? നമുക്കിടയിൽ എന്തുണ്ടാവും? ആ ഒരു ത്യാഗമനോഭാവം നമുക്കിടയിൽ, എല്ലാവർക്കും ഇടയിൽ ഒരു ധൈര്യവും ഒക്കെ അതൊരു ഇൻസ്പിറേഷൻ ആയി തന്നെ നിലനിൽക്കും. ആൻഡ് കമ്പാഷനേറ്റ് ടു അവർ ലൈഫ്സ്. താങ്ക് യു അല്ലെ. അത് നമുക്കിടയിൽ എന്നും ഒരു ധൈര്യവും ധീരതയും ഒരു മോട്ടിവേഷനും ഒരു കറേജും ഒക്കെ നമുക്ക് എന്ത് ചെയ്യും? അവരുടെ ലൈഫിലൂടെ നമുക്ക് എന്നും തന്നെ നമ്മൾക്കിടയിൽ ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ടാണ് നിർത്തുന്നത് കേട്ടോ. Then activity 4, prepare a profile of Neeraja Bhatt from the details given below അല്ലെ. ഇവിടെ ഒരു പ്രൊഫൈൽ തന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ തന്നിട്ടുള്ളത് വെച്ചിട്ട് ഒരു പ്രൊഫൈൽ ഉണ്ടാക്കാനാണ്. നീരജ ബാനറ്റിനെ കുറിച്ചാണ്. ബോൺ 7 സെപ്റ്റംബർ 1963, ചണ്ഡീഗഡ്, ഇന്ത്യ. നാഷണാലിറ്റി ഇന്ത്യൻ. ആൽമ മാറ്റർ സെന്റ് സേവിയർ കോളേജ്, മുംബൈ ആണ്. ഓക്യുപേഷൻ ഫ്ലൈറ്റ് അറ്റൻഡന്റ്. എംപ്ലോയർ പാൻ അമേരിക്കൻ വേൾഡ് എയർവേസ്, നോൺ ഫോർ സേവിംഗ് പാസഞ്ചേഴ്സ് ഓൺ ബോർഡ് പാൻ 573 which had been hijacked. Death 5th December 1986 ആണ്. ഏജ് 22. കറാച്ചി എയർപോർട്ട്, പാകിസ്ഥാനിലെ 22ാമത്തെ വയസ്സിലാണ് മരിച്ചിരിക്കുന്നത് അല്ലെ. ദെൻ അവാർഡ് അശോക ചക്ര, ദെൻ തങ്ക പാകിസ്ഥാൻ അവാർഡ്, ഫ്ലൈറ്റ് സേഫ്റ്റി ഫൗണ്ടേഷൻ ഹീറോയിസം അവാർഡ് അല്ലെ. തങ്ക പാകിസ്ഥാൻ അവാർഡും അശോക ചക്രയും ഫ്ലൈറ്റ് സേഫ്റ്റി അവാർഡ് ഹീറോയിസം അവാർഡും എല്ലാം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഷോർട്ട് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു അവാർഡിന്റെ ഒക്കെ എടുത്ത് എഴുതാൻ ഒന്നും കൂടെ സുഖമായിരിക്കും. അപ്പൊ നോക്കാം, അത് വെച്ചിട്ട് നമുക്കൊരു പ്രൊഫൈൽ ഉണ്ടാക്കി നോക്കാം. നീരജ ബാനറ്റ്. നീരജ ബാനറ്റ് ഈസ് ദ സീനിയർ ഫ്ലൈറ്റ് അറ്റൻഡന്റ് ഹു സേവ്ഡ് ദ ലൈവ്സ് ഓഫ് 359 of the 379 passengers
360 lakhs of and the 379 passengers in the Pan Am Flight 73 hijacking അല്ലെ. ആ ടൈമിൽ അത്രത്തോളം പാസഞ്ചർ 389 പാസഞ്ചർ എടുത്തോളം ആ ഒരു പാൻ ഫ്ലൈറ്റ് ഹൈജാക്കിംഗ് അറ്റാക്കിൽ നിന്നും രക്ഷിച്ച ഒരു വ്യക്തിയാണ്, ഒരു സീനിയർ ഫ്ലൈറ്റ് അറ്റൻഡന്റ് ആണ് നീരജ ബാനർജി. Was born in 7 September 1963 in Chandigarh in India. ഇന്ത്യയില് ചണ്ഡീഗറിലാണ് ജനിച്ചിട്ടുള്ളത്. ഹർ ആൽമ മാറ്റർ വാസ് സെന്റ് സേവിയർ കോളേജിൽ അവര് പഠിച്ചിട്ടുള്ള സേവിയേഴ്സ് കോളേജിലാണ് മുംബൈ. ഷി വാസ് ഫ്ലൈറ്റ് അറ്റൻഡന്റ് ഇൻ പാൻ അമേരിക്കൻ വേൾഡ് എയർവേസ് അല്ലെ. അവള് അമേരിക്കൻ പാൻ വേൾഡ് എയർവേസിലെ ഒരു ഫ്ലൈറ്റ് അറ്റൻഡന്റ് ആയിരുന്നു വർക്ക് ചെയ്തിരുന്നത്. The world remembers her for saving the passengers on board Pan Am Flight 73 അല്ലെ. The world ഇന്നും ആളുകൾ അല്ലെ, ലോകം മുഴുവൻ അവളെ ഓർത്തു വെക്കുന്നത് എങ്ങനെയാണ്? For saving the passengers on board Pan Flight 73 ഉള്ള ആളുകളെ രക്ഷിച്ചത് കൊണ്ടാണ്. which had been hijacked. അന്ന് ഹൈജാക്ക് ആക്കപ്പെട്ട ഫ്ലൈറ്റ് M73 പാസഞ്ചേഴ്സിനെ രക്ഷിച്ചത് കൊണ്ട് ഇന്നും ലോകം അല്ലെ, വേൾഡ് ഫുള്ള് ആ ഒരു ഇതിലാണ് അവരെ ഓർത്തു വെക്കുന്നത്. She was shot at the age of 22 by the terrorist. ടെററിസ്റ്റിന്റെ കയ്യിൽ നിന്ന് 22ാമത്തെ വയസ്സിലാണ് അവര് വെടിയുണ്ടകൾ ഏറ്റുവാങ്ങിയത്. on 15th September 1986 in Karachi Airport, Pakistan അല്ലെ. ആ കറാച്ചി എയർപോർട്ട് പാകിസ്ഥാനിൽ വെച്ചിട്ടാണ് അവർക്ക് വെടിയുണ്ടകൾ ഏറ്റുവാങ്ങേണ്ടി വന്നത്. പോസ്റ്റ്മസ്ലി ഷി വാസ് കൺഫേർഡ് ഇന്ത്യസ് ഹയസ്റ്റ് പീസ് ടൈം ഗാലണ്ടറി അവാർഡ് അല്ലെ. അവരുടെ മരണാന്തരം അവർക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ഇന്ത്യയിലെ ഏറ്റവും വലിയ അവാർഡായിട്ടുള്ള അശോക ചക്ര അവാർഡ് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ദ തക്മ ഈ പാകിസ്ഥാൻ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ദ ഫ്ലൈറ്റ് സേഫ്റ്റി ഫൗണ്ടേഷൻ ഹീറോയിസം അവാർഡ് ബൈ ദ യുണൈറ്റഡ് സ്റ്റേറ്റ് ഇൻ 1987. ഇത്രയും അവാർഡുകൾ അവർക്ക് അവരുടെ മരണാന്തരം ലഭിച്ചിട്ടുണ്ട്. ക്ലിയർ? Then activity 5, Neeraja Banerjee. The senior flight purser played a crucial role in ensuring the safety of the many passengers as she could. Her qualities of the leadership and the quick thinking were instrumental and guiding the passengers to escape through the emergency exit, taking advantage of the chaos and confusions അല്ലെ. അവരിങ്ങനെ കൺഫ്യൂഷനും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ അവരുടെ നല്ല ആ ടൈമിൽ ഡിസിഷനും അവരുടെ ഹ്യൂമൻ സ്പിരിറ്റും സ്ട്രോങ് ഡിറ്റർമിനേഷനും ക്വിക്ക് തിങ്കിങ്ങും ഒക്കെ കാരണം ഒരുപാട് പേര് അവരെന്ത് ചെയ്തു, അവരുടെ ലീഡർഷിപ്പ് ക്വാളിറ്റിയിലൂടെയൊക്കെ അവരെന്ത് ചെയ്തു, ആ ഒരു ഫ്ലൈറ്റിൽ നിന്നും രക്ഷപ്പെടുത്തിയ കാര്യമാണ് ആ പറഞ്ഞിട്ടുള്ളത്. ഇനി നോക്കാം. Here are a few steps to be taken by a flight attendant in the case of emergency. ഒരു എമർജൻസി വരുമ്പോ ഫ്ലൈറ്റ് അറ്റൻഡൻസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. റീഡ് ദ അഡ്വൈസറി കെയർഫുൾ ആൻഡ് കംപ്ലീറ്റ് ദ ടാസ്ക് അല്ലെ. ആ അഡ്വൈസ് കേൾക്കുക, എന്നിട്ട് അതിൽ ചില ഭാഗത്ത് ഇങ്ങനെ വിട്ടുപോയിട്ടുണ്ട്, അപ്പൊ അത് എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. നോക്കാം. ഇൻസ്ട്രക്ട് ദ പാസഞ്ചേഴ്സ് ടു റിമെയിൻ അലേർട്ട് ആൻഡ് കാം. അപ്പോ ഒരു സാഹചര്യം വരുമ്പോ പാസഞ്ചേഴ്സിനോട് വളരെ കാം ആവാൻ വേണ്ടിയിട്ട് പറയാണ്. അപ്പൊ നമ്മൾ എങ്ങനെയാ പറയുന്നത്? ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ പ്ലീസ് റിമെയിൻ അലേർട്ട് ആൻഡ് കാം അല്ലെ. അതാണ് തുടങ്ങുക അല്ലെ. അവരിങ്ങനെ ഒരു ജസ്റ്റ് ഒരു വോയിസിലൂടെ മൈക്കിലൂടെ ഒക്കെ ആയിരിക്കും പറയാ. എന്നാലും അവർ പറയുന്നത് എന്തായിരിക്കും? തുടക്കത്തിൽ എന്താ പറയാ? എല്ലാവരും എന്ത് ചെയ്യാ, കാം ആൻഡ് അലേർട്ടായിട്ട്, വളരെ ശാന്തരായിട്ട് സമാധാനമായിട്ട് ഇങ്ങനെ വളരെ അലേർട്ടായിട്ട് കേൾക്കാം കേട്ടോ. ദെൻ സെക്കൻഡ് വൺ, ഇൻസ്ട്രക്ട് ദം ടു ടേക്ക് ദ ബ്രേസ് പൊസിഷൻ. ബ്രേസ് പൊസിഷൻ എന്ന് പറഞ്ഞ ഒരു പിക്ചർ നിങ്ങൾക്ക് അതിൽ കാണാം. ഇങ്ങനെ കുനിഞ്ഞിങ്ങനെ സീറ്റിലോട്ട് ഇങ്ങനെ കുനിഞ്ഞിരിക്കുന്ന ഒരു പിക്ചർ കാണാം. അതിനാണ് ബ്രേസ് പൊസിഷൻ എന്ന് പറയാം കേട്ടോ. ടു പ്രൊട്ടക്ട് ഹെഡ്, നെക്ക് ആൻഡ് ലിംസ് ഫ്രം ദ പോസിബിൾ ഇമ്പാക്ട് അല്ലെ. അങ്ങനെ നിൽക്കുന്നത് എന്താ വെച്ചാൽ എന്തെങ്കിലും ഒരു എമർജൻസി വരികയാണെങ്കിൽ, എന്തെങ്കിലും പ്രോബ്ലം, എന്തെങ്കിലും വലിയ ഇടിയൊക്കെ വരികയാണെങ്കിൽ ഹെഡും നെക്കും തലയൊക്കെ സേവ് ആകാൻ വേണ്ടിയിട്ടുള്ള പൊസിഷനാണ് ബ്രേസ് പൊസിഷൻ എന്ന് പറയുന്നത് കേട്ടോ. അതിനെ കുറിച്ച് പറയും. എങ്ങനെ പറയും? ബെൻഡ് യുവർ ഹെഡ് ബെൻഡ് ചെയ്യുക. പ്ലേസ് യുവർ ഹാൻഡ്സ് ഓവർ യുവർ ഹെഡ്, എന്നിട്ട് തലക്ക് മുകളിലായിട്ട് ഇങ്ങനെ കൈ വെക്കുക. ദെൻ പ്രസ് യുവർ ഹെഡ് അഗെയിൻസ്റ്റ് ദ സീറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് യു. മുമ്പിലിരിക്കുന്ന സീറ്റിലോട്ട് ഇങ്ങനെ തല അമർത്തി വെക്കുക. അതിന്റെ പിക്ചർ കറക്റ്റ് ആയിട്ട് ബുക്കിലുണ്ട് കേട്ടോ. Then direct passengers to the nearest exit അല്ലെ. ഡയറക്റ്റ് പാസഞ്ചേഴ്സിനോട് നമ്മൾ എന്ത് ചെയ്യാം? ടു നിയറസ്റ്റ് എക്സിറ്റിലോട്ട് വരാൻ പറയുന്ന ഒരു ഇതുണ്ട്. ഫോളോ ദ മാർക്സിംഗ് ഓൺ ദ ഫ്ലോർ ആൻഡ് റീച്ച് ദ എമർജൻസി എക്സിറ്റ് അല്ലെ. ആ ഫ്ലോറിലൂടെ നോക്കിയിട്ട് എന്ത് ചെയ്യാ? എമർജൻസി എക്സിറ്റിന്റെ വഴിയിലോട്ടുള്ള വഴിയിലൂടെ ഫോളോ ചെയ്തിട്ട് വരിക. Give them the instruction to exit, jump down, exit and slide through the evacuation tube. അപ്പൊ അവിടെ എക്സിറ്റിന്റെ അടുത്തേക്ക് പിന്നെ അവർക്ക് എങ്ങനെയാണ് നമ്മൾ അവർക്ക് ഉപദേശം കൊടുക്കുക? ജംപ് ഡൗൺ ദ എക്സിറ്റ്, പുറത്തോട്ട് ചാടാൻ, സ്ലൈഡ് ത്രൂ ദ ഇവാക്വേഷൻ ട്യൂബ്, എന്നിട്ടോ പതുക്കെ ഒരു ഇവാക്വേഷൻ ചൂട്ട് ഉണ്ടാവും, അതിലൂടെ ഇങ്ങനെ സ്ലൈഡ് ചെയ്തിട്ട് താഴോട്ട് ഇറങ്ങാം. ഓക്കെ.
Then next one, അതിൽ തന്നെ ബി ആയിട്ട് വരുന്നത് ദ സേഫ്റ്റി ഓഫ് ദ പാസഞ്ചേഴ്സ് ആൻഡ് എയറോപ്ലെയിൻ ഈസ് ദ പാരമൗണ്ട് ഓഫ് ദ ഇമ്പോർട്ടൻസ്. സിമിലർലി റോഡ് സേഫ്റ്റി ഈസ് എ ക്രൂഷ്യൽ പ്രിവെന്റിംഗ് ആക്സിഡന്റ് സേവിംഗ് ലൈവ്സ് ഓൺ ദ റോഡ്. അല്ലെ, അപ്പൊ നമ്മളെ എയറോപ്ലെയിനത്തെ ആളുകളുടെ സേഫ്റ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അതേപോലെ തന്നെ സേഫ്റ്റി നൽകേണ്ട ഒന്നാണ് നമ്മുടെ റോഡിലും. അല്ലെ, റോഡിലും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനുഷ്യരുടെ യാത്ര, വണ്ടി ഓടിക്കുന്നവരും ഇരിക്കുന്നവരും യാത്ര ചെയ്യുന്നവർക്കും ഈവൻ റോഡിലൂടെ നടക്കുന്നവർക്ക് വരെ എന്തുണ്ട്, ഒരുപാട് സേഫ്റ്റി ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അല്ലെ, അപ്പൊ നമ്മുടെ ആക്സിഡന്റ് കുറയാൻ വേണ്ടിയിട്ട് റോഡിലുമുണ്ട് ഒരുപാട് നിയമങ്ങൾ എന്നാണ് പറയുന്നത്. ഹിയർ ആർ എ ഫ്യൂ സിറ്റുവേഷൻ, റീഡ് ദം കെയർഫുള്ളി ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ഇനി ഇവിടെ കുറച്ച് സിറ്റുവേഷൻ തരുന്നുണ്ട്, എന്നിട്ട് അതിനൊരു ആൻസർ, അതിനൊരു ക്വസ്റ്റ്യൻ ചോദിക്കിട്ട് അതിന്റെ ആൻസർ പറയണം കേട്ടോ. ജോൺ ഹു വാസ് ബ്രോട്ട് അപ്പ് ഇൻ US, അമേരിക്കയിലാണ് ജനിച്ചത്. ജോൺ സെറ്റിൽ ഡൗൺ ഇൻ കേരള, എന്നിട്ട് കേരളത്തിൽ വന്നിട്ട് സെറ്റിൽ ആയി. ഹി ഡിറൈവ്സ് ഹെർ കാർ ഓൺ ദ റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദ റോഡ്. ക്യാൻ ദിസ് ബി ജസ്റ്റിഫൈഡ് ബൈ? അവന്റെ കാറ് റൈറ്റ് ഹാൻഡിലാണ് ഓടിക്കുന്നത്, സൈഡിൽ നിന്നിട്ടാണ്. നിങ്ങൾക്ക് അതിനോട് യോജിക്കുന്നുണ്ടോ? അപ്പൊ എന്താണ് ആൻസർ മക്കളെ? നോ, ബിക്കോസ് ഇൻ ഇന്ത്യ പീപ്പിൾ ക്യാൻ ഡ്രൈവ് ഓൺലി ഇൻ ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദ റോഡ് ബൈ ദ റൂൾ ഓഫ് ദ ലോ. അല്ലെ, കാരണം നമ്മുടെ ഇന്ത്യയാണ് മക്കളെ, ഇന്ത്യത്തെ നിയമം എന്താണ്? അമേരിക്കയിലൊക്കെ ജനിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് പലതും ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം ഇവിടെ ഒരു നിയമമുണ്ട്, ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലൂടെ റോഡ് ഓടിക്കണം, അതാണ് നമ്മുടെ നിയമം. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. While driving back from apart, Rahul is intercepted by the police and directed to use the breathalyzer. They charge him with an offense. What could be the charge against him? Discuss. എന്താണ്, നമ്മളിങ്ങനെ രാഹുൽ ഇങ്ങനെ കയറി വരുമ്പോ എന്ത് ചെയ്തു, നമ്മളിങ്ങനെ മണക്കാൻ വേണ്ടിട്ട്, അല്ലെ, നമ്മള് ഫിലിമിലൊക്കെ കണ്ടിട്ടുണ്ട് അല്ലെ, മണക്കാൻ ഇങ്ങനെ കൊടുക്കും അല്ലെ, കുടിച്ചിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു സാധനം കൊടുക്കും അല്ലെ, അതിലോട്ട് ഊതാൻ പറയും. അത് ഊതി കഴിഞ്ഞിട്ട് അവൻ എന്ത് ചെയ്തു, കുറച്ച് പെറ്റി അടിച്ചെന്ന് തോന്നുന്നു, കുറച്ച് ചാർജൊക്കെ കൊടുത്തിട്ടുണ്ട്. പോലീസ് എന്ത് ചെയ്തു, രാഹുൽ ഊതാൻ പറഞ്ഞപ്പോ ഊതി കഴിഞ്ഞ ശേഷം എന്തോ ഒന്ന് പറഞ്ഞിട്ട് അവന് കുറച്ച് പൈസ പറഞ്ഞു അല്ലെ, കുറച്ച് പെറ്റി അടിച്ചു. അതെന്തായിരുന്നു എന്നാണ് ചോദ്യം. ഡ്രൈവിംഗ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ആൽക്കഹോൾ. അല്ലെ, വെള്ളം അടിച്ചുകൊണ്ട് വണ്ടി ഓടിക്കാൻ പാടില്ല, അതാണ് പണി കിട്ടിയത് അല്ലെ. Then see, on her way to the airport to drop her sister who is running late, Mary received a message on her mobile phone notifying her that she has been fined 1,500. What could be the reason for the fine? ഒന്ന് നോക്കാട്ടെ, എയർപോർട്ടിക്ക് വൈകിയോണ്ട് നന്നായിട്ട് വണ്ടി ഓടിച്ചു പോകുമായിരുന്നു നമ്മുടെ മേരി. അപ്പോഴാണ് മേരിക്ക് ഫോണിൽ ഒരു മെസ്സേജ് വന്നത്, 1,500 അടച്ചോളി എന്നും പറഞ്ഞിട്ട്. അല്ലെ, ഒന്നും നോക്കാല്ലേ, ക്യാമറ കൊണ്ടുള്ള ഒരു രക്ഷയില്ലല്ലോ മക്കളെ, എല്ലായിടത്തും ക്യാമറയാണ് അല്ലെ. അതേപോലെ ഒരു ക്യാമറയിൽ നമ്മുടെ മേരി പെട്ടിട്ടുണ്ട്. മേരി ഇങ്ങനെ വല്ല സ്പീഡിൽ എയർപോർട്ടിലോട്ട് പോകുമായിരുന്നു. അപ്പോഴാണ് മേരിക്ക് ഒരു മെസ്സേജ് ആയിരുന്നു, 1,500 അടച്ചോ എന്ന് പറഞ്ഞിട്ട് കേട്ടോ. എന്തുകൊണ്ടാണ് മെസ്സേജ് എന്നല്ലേ നോക്കാം. ഓവർ സ്പീഡിങ്, കാരണം ഇതിൽ കാര്യം പറയുന്നുണ്ട്, മേരി വൈകിട്ടാണ് പോണത്, വൈകി പോകുമ്പോ എന്തായാലും സ്പീഡിൽ വണ്ടി ഓടിക്കും, അതുകൊണ്ട് ഓവർ സ്പീഡിനാണ് ഈ 1,500 ഫൈൻ ഇട്ടിട്ടുള്ളത്. അപ്പൊ ഇവിടെ എന്താണ് ഓവർ സ്പീഡിങ്? എന്താണ് മക്കളെ? തെറ്റാണ്. നെക്സ്റ്റ്, as if really enjoy riding motorbike and but ends store very fast. Unfortunately, he meets with an accident and his head is badly injured. He has to stay in the hospital for 3 months. What precautions should be had taken avoid the mighty of the injury? Discuss. നോക്കാം, ഒന്നും പറയുന്നില്ല. ആസിഫിന് വളരെ ഇഷ്ടമാണ് മോട്ടോർ ബൈക്ക് ഒക്കെ ഓടിക്കണം. അവനങ്ങനെ മോട്ടോർ ബൈക്ക് ഒക്കെ ഓടിച്ച് കഷ്ടകാലത്തിന് അവന്റെ ഭാഗ്യമില്ലായ്മന്റെ സമയം കൊണ്ട് അവനൊരു ആക്സിഡന്റ് പറ്റി, അവന് ഹെഡ് ഇഞ്ചറി പറ്റി, ഒരുപാട് കാലം അവൻ ഹോസ്പിറ്റലിലൊക്കെ കടന്നു അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നിന്നും ഇവിടെ എന്താണ് പ്രശ്നം പറ്റിയത്, എങ്ങനെയാണ് അതിന് നമുക്ക് പരിഹാരം എന്നാണ് ചോദ്യം. വേറെ ഒന്നല്ല മക്കളെ, വിയർ എ ഹെൽമെറ്റ്. എന്ത് ചെയ്യാ, ഹെൽമെറ്റ് ധരിച്ചാൽ മതി അല്ലെ. Then next one, Ashwati is on her way to office in her car when she noticed a fire service vehicle behind her. She decided to speed up. Does she make a right choice? Why? നോക്കാം. അശ്വതി ഇങ്ങനെ ഓഫീസിലോട്ട് പോയപ്പോ ഒരു ഫയർ എഞ്ചിന്റെ വണ്ടി അവളുടെ ബാക്കിൽ വരുന്നുണ്ട് അല്ലെ. അവൾ അങ്ങ് പറപ്പിച്ച് വിടാൻ തീരുമാനം എടുത്ത എന്തായിരിക്കും മക്കളെ? അത് ഡിസിഷൻ കറക്റ്റ് ആണോ? നോ, ഷി ഷുഡ് ഹാവ് ഗിവൻ റൈറ്റ് വേ ടു ദ ഫയർ സർവീസ് വെഹിക്കിൾസ് അല്ലെ. എന്ത് ചെയ്യണം മക്കളെ? ഫയർ സർവീസ് വെഹിക്കിൾസിന് നമ്മൾ എപ്പോഴും വണ്ടി അല്ലെ, എന്താണ് ഫയർ സർവീസ്, ആംബുലൻസ്, ഇതിനൊക്കെ നമ്മൾ എപ്പോഴും എന്ത് മാറിക്കൊടുക്കണ്ടേ? യെസ്. Then Haida, who is only 16, drives her father's car. On the way, the motor vehicle inspector interrupts the car and asks for her driving license. When she fails to produce it, she's to 25,000 vehicles registration cancelled for a year, and her father told that she may be sentenced in jail. What could be the reason for punishment?
വല്ലാത്തൊരു പണിഷ്മെന്റ് അല്ലേ മക്കളെ. 16 വയസ്സുള്ള ഹരിതയ്ക്ക് അച്ഛന് വണ്ടി ഓടിക്കാൻ കൊടുത്തു, വണ്ടി പിടിച്ച് 25,000 രൂപ ഫൈന് കൊടുത്തു. പോരാത്തതിന് അവരുടെ എന്ത് ക്യാൻസൽ ചെയ്തു, വണ്ടിയുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്തു. പിന്നെ അവർ അച്ഛനോട് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, പറ്റുന്നുണ്ടെങ്കിൽ അച്ഛനൊന്ന് ജയിലിലും കൂടെ പോകേണ്ടി വരും എന്ന്. ഇത്രത്തോളം പണിഷ്മെന്റ് കിട്ടാൻ മാത്രം ഈ അച്ഛൻ എന്ത് മിസ്റ്റേക്കാ ചെയ്തത് എന്നാണ് ചോദ്യം. Her father is liable for allowing minor to drive വിത്തൗട്ട് ലൈസൻസ് അല്ലെ. മൈനർ ആയിട്ടുള്ള ആളുകൾക്ക് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി വണ്ടി കൊടുത്തു അല്ലെ. ലൈസൻസിന് പ്രായമാവാത്ത നമ്മുടെ വീട്ടിൽ അച്ഛനമ്മമാരൊക്കെ വണ്ടി കൊടുക്കുമ്പോൾ ആളുകൾ സ്ഥിരമായിട്ട് പറയുന്ന ഡയലോഗാണ് അല്ലെ, പിടിച്ചാൽ നല്ല പണി കിട്ടും എന്നുള്ളത്. അച്ഛന്റെ ലൈസൻസ് അങ്ങ് കട്ട് ചെയ്യും അല്ലെ. മകന് പിടിച്ചാൽ മകന് എന്തെങ്കിലും പറ്റും, മകനൊന്നും സംഭവിക്കാൻ പോണില്ല അല്ലെ. ആ പണി ഫുള്ള് കിട്ടുക ആർക്കാണ്? ലൈസൻസ് ഇല്ലാത്ത മക്കളെ വണ്ടി ഓടിക്കാൻ സമ്മതിച്ച അച്ഛനും അമ്മയ്ക്കും അല്ലെ. നോക്കാം. On the way to shopping mall, Amina received call from her friend. അല്ലെ, ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് വരുമ്പോ അമീന ഒരു കോൾ വന്നപ്പോ ആ കോൾ ഒന്ന് അറ്റൻഡ് ചെയ്തു. She attended the call and continued to chat while driving her scooty. Later, her friends come to know that she was being admitted to hospital, grievously injured and immobilized. What could be the reason for the accident? അല്ലെ, വണ്ടിയൊക്കെ ഓടിച്ചു പോയപ്പോ ഫ്രണ്ട്സിന് ഒരു കോൾ വന്നു, കോൾ അറ്റൻഡ് ചെയ്ത് മാത്രമേ ഓർമ്മയുള്ളൂ, പിന്നെ ഹോസ്പിറ്റലിലാണ് കിടക്കുന്നത് അല്ലെ. അതിന്റെയൊക്കെ റീസൺ ആണ് ചോദിക്കുന്നത്. യൂസിങ് മൊബൈൽ ഫോൺ വൈൽ ഡ്രൈവിംഗ് അല്ലെ, വണ്ടി ഓടിച്ചോണ്ടിരിക്കുമ്പോ ഫോൺ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡിൽ തന്നെ ഹോസ്പിറ്റലിൽ എത്തേണ്ടി വരില്ല മക്കളെ. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലെ, ആർക്കും അറിയാത്തതില്ല. പക്ഷെ എന്നാലും നമ്മൾ എപ്പോഴെങ്കിലും ഒക്കെ ആയിട്ട് അറിയാതെ അറിഞ്ഞോ തെറ്റുകളൊക്കെ ചെയ്യാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, ഡ്രൈവിംഗും ലൈസൻസും ഒന്നും കിട്ടാതെ ആ ഒരു ഏജ് ഒന്നും ആവാതെ വണ്ടിയൊന്നും എടുത്ത് ഇറങ്ങാതിരിക്കാൻ. നമ്മുടെ ജീവനും മറ്റുള്ളവർക്കും അതുകൊണ്ട് എന്തായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ. Then second one, write down the instruction and rules associated with the above situation one has been done for. അല്ലെ, അവിടെ ഇപ്പം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അല്ലെ. അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരുപാട് നിയമങ്ങൾ നമുക്കുണ്ട്. ആ നിയമങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. ഓൾവേസ് കീപ് ടു ലെഫ്റ്റ് വൈൽ ഡ്രൈവിംഗ് അല്ലെ. നമ്മുടെ ഇന്ത്യയിൽ എപ്പോഴും ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്തിട്ട് വേണം വണ്ടി ഓടിക്കാൻ. Then second, do not drive after consuming alcohol, such things അല്ലെ. എന്താണ്, വണ്ടിയിലെ അങ്ങനത്തെ വെള്ളം കുടിച്ചിട്ടും അങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്തിട്ട് വണ്ടി ഓടിക്കരുത്. ഡി നോട്ട് ഓവർ സ്പീഡ് വൈൽ ഡ്രൈവിംഗ്, നല്ലപോലെ നമ്മള് ഡ്രൈവിംഗ് ചെയ്യുമ്പോൾ ഓവർ സ്പീഡിൽ വണ്ടി ഓടിക്കരുത്. ഓൾവേസ് വിയർ എ ഹെൽമെറ്റ് വൈൽ റൈഡിങ് മോട്ടോർ ബൈക്ക് ഓർ സ്കൂട്ടർ അല്ലെ. മോട്ടോർ ബൈക്ക് സ്കൂട്ടർ ഒക്കെ വിടുമ്പോ എന്ത് ചെയ്യണം മക്കളെ, ഹെൽമെറ്റ് ധരിക്കണം. അലോ എമർജൻസി വെഹിക്കിൾസ് റൈറ്റ് ഓഫ് വേ അല്ലെ. എന്ത് ചെയ്യണം, എമർജൻസി വെഹിക്കിൾ വരുമ്പോ നമ്മുടെ റൈറ്റ് വേയിലൂടെ അവരെ പോവാൻ അനുവദിക്കണം. മൈനർ ഡ്രൈവിംഗ് വിത്തൗട്ട് ലൈസൻസ് പണിഷബിൾ ഓഫൻസ് അല്ലെ. പ്രായപൂർത്തിയാവാത്ത ഡ്രൈവിംഗ് എന്ത് തന്നെയാണ് മക്കളെ, വളരെയധികം പണിഷ്മെന്റ് തരുന്ന ഒന്ന് തന്നെയാണ് അല്ലെ. ഡു നോട്ട് യൂസ് മൊബൈൽ ഫോൺ വൈൽ ഡ്രൈവിംഗ്, എന്താണ്, ഫോൺ യൂസ് ചെയ്യരുത് വണ്ടി ഓടിക്കുമ്പോ. Examine these road signals carefully and try to interpret their meaning and you may check your answer online. അല്ലെ, നോക്കാം. നമുക്ക് ഇവിടെ കുറച്ച് സയൻസ് ഒക്കെ തന്നിട്ടുണ്ട്. Examine these road signs carefully and try to interpret their meaning. You may check your answers online. അല്ലെ, ഇനി ഇവിടെ ഈ സിമ്പിൾ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. പല ആളുകളും ഇതൊക്കെ കണ്ടിട്ടുണ്ട്, കാണാത്തവരുണ്ട്. നമ്മൾ വണ്ടിയിലൊക്കെ പോകുമ്പോൾ പല സ്ഥലങ്ങളിലും ഉണ്ടാവും ഇങ്ങനത്തെ സിഗ്നൽസ് ഒക്കെ അല്ലെ. നമുക്ക് നോക്കിയല്ലേ ഇതൊക്കെ എന്താണെന്നുള്ളത്. ഫസ്റ്റ് വൺ ഇവിടെ ഒരു പി എന്ന് എഴുതിയിട്ട് ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ കാണുന്നുണ്ട് അല്ലെ. നോക്കണം, റൗണ്ടിനൊക്കെ വളരെ ഇമ്പോർട്ടൻസ് ആട്ടോ. അന്നേരം ചുമന്നൊരു റൗണ്ട്, അതിന് സൈഡിൽ കൂടെ ഒരു വൈറ്റും ഉണ്ട് അല്ലെ. അപ്പൊ അതെന്താണ്, പാർക്കിംഗ് ആണ്. ഇവിടെ വന്ന് വണ്ടി പാർക്ക് ചെയ്യൂ എന്നാണ് പറയുന്നത് കേട്ടോ. അടുത്തത് അതേപോലെ നടുവിലൂടെ ഒരു റെഡ് വരെയും കൊടുത്ത നോ പാർക്കിംഗ്. ഓക്കെ. ദെൻ ഇവിടെ ഒരു കാർ ഉണ്ട് അല്ലെ, അവിടെ ഇങ്ങനെ അതിന്റെ സെന്ററിലൂടെ ഒരു വരയുമുണ്ട്, അതാണ് നോ ഓട്ടോമൊബൈൽ. അടുത്തത് 4 ആണ്, പെട്രോൾ പമ്പിന്റെ ചിത്രമാണ് അല്ലെ. ദെൻ 5th വൺ ഇങ്ങനെ ഒരു ആരോ മാർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അതെന്താണ്, 5th വൺ നോ എൻട്രി, അങ്ങോട്ട് പ്രവേശനമില്ല. ഇവിടെ ഒരു വണ്ടി കൊടുത്തിട്ട് ഇങ്ങനെ വെട്ടിവെച്ചിട്ടുണ്ട്. നോ ഹെവി വെഹിക്കിൾസ്, ഹെവി വെഹിക്കിൾസിന് അങ്ങോട്ട് പ്രവേശനമില്ല. ഒരു ഹോണിന്റെ ചിത്രം തന്നിട്ട് ഇങ്ങനെ സെന്ററിൽ വെട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നോ ഹോൺ, ഇവിടെ ഹോൺ അടിക്കരുത്. നമ്മുടെ ഹോസ്പിറ്റലിന്റെ മുമ്പിലൊക്കെ ഉണ്ടാവും ഇങ്ങനെ. ഓക്കെ. അടുത്തത് ഇങ്ങനെ ഒരു വളഞ്ഞൊരു ഇങ്ങനെ കൊടുത്തിട്ട് അതിന്റെ മുകളിൽ ഇങ്ങനെ നേരെ ഒന്ന് കൊടുത്തിട്ടുണ്ട്. ഓവർടേക്കിംഗ് പ്രൊഹിബിറ്റഡ്. ഇവിടെ വന്നിട്ട് ഇപ്പുറത്തെ സൈഡിൽ കൂടെ ഓവർടേക്ക് ചെയ്ത് ആരും പോവണ്ട.
ഇവിടെ ഒരാള് ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, എന്താണ് പെഡസ്ട്രിയൽ ക്രോസിംഗ് ആണ്, നമ്മുടെ കാൽനടക്കാർക്ക് നടന്നു പോകാനുള്ള ഇതാണ് കേട്ടോ. അടുത്തത് ഒരു കുട്ടികളാണ്, നോക്കിയ സ്കൂൾ ഹെഡ് ആണ് കേട്ടോ 10. ദെൻ 11ാമത്തത് 11 റെയിൽവേ ക്രോസിംഗ് വിത്ത് ഗേറ്റ്. ഇവിടെ റെയിൽവേ ഉണ്ടെന്ന് അറിയിക്കാനാണ് ഈ സാധനം കൊടുത്തിട്ടുള്ളത് കേട്ടോ. ദെൻ ഇവിടെ ഒരു വണ്ടി ഓടിക്കുന്ന ഒരാളുണ്ട്. ആ സ്കൂട്ടി അല്ല, സൈക്കിളാണ് കേട്ടോ. അത് സൈക്ലിസ്റ്റിനുള്ള ഏരിയ ആണ് കേട്ടോ, സൈക്കിൾ ഓടിച്ചു പോകാനുള്ള. അപ്പൊ ഇതെന്ത് ചെയ്യുക, അതൊക്കെ മനസ്സിലാക്കുക. അത് മാത്രമൊന്നല്ല, അതിൽ കൂടുതൽ വേറെ ഉണ്ട്. പക്ഷെ നിങ്ങൾ റോട്ടിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്ന ആളുകളായതുകൊണ്ട് ഇതിൽ പകുതി മുക്കാൽ നിങ്ങൾക്ക് അറിയുന്നത് തന്നെ ആയിരിക്കും അല്ലെ. Then use the information given about the prepare a script of a street play on the topic. അല്ലെ, ഒരു സ്ട്രീറ്റ് പ്ലേ വേണം മക്കളെ. എന്താണ് തെരുവ് നാടകം? എന്തിനെ ബേസ് ചെയ്തിട്ടാണ് തെരുവ് നാടകം ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് നോക്കിയേ. obeying traffic rules and inaptitude during road safety week. അല്ലെ, ട്രാഫിക് റൂൾസ് ഒക്കെ അനുസരിക്കുക, സേഫ്റ്റി സേഫ്റ്റി റൂൾസുകളൊക്കെ അനുസരിക്കുക. ഇതിനാണ് യുവർ ടീച്ചർ വിൽ ഹെൽപ്പ് യു. നമ്മൾ ടീച്ചർ അതിന് സഹായിക്കും എന്നാണ് പറഞ്ഞിട്ട്. ടീച്ചർ സഹായിക്കും. ടീച്ചർ സഹായിച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള സ്ട്രീറ്റ് പ്ലേ ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പൊ ഞാൻ ഇവിടെ ഒന്ന് തന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. ടൈറ്റിൽ ഒബൈയിങ് ട്രാഫിക് റൂൾസ്, സേഫ് റോഡ് സേഫ് ലൈഫ്സ്. ഇതാണ് കേട്ടോ നമ്മുടെ സ്ട്രീറ്റ് പ്ലേയുടെ പേര് കേട്ടോ. നമ്മൾ എന്താ ട്രാഫിക് റൂൾസ് ഒക്കെ അനുസരിക്കുക, സേഫ് റോഡ് അല്ലെ ആൻഡ് സേഫ് ലൈഫ്സ് അല്ലെ. റോഡിലൂടെ സേഫായ എന്താ മക്കളെ, ജീവിതം സേഫ് അല്ലേ? ഓക്കെ, നോക്കാം. ക്യാരക്ടേഴ്സ്, നരേറ്റർ ഉണ്ട് കേട്ടോ, നമ്മൾ എഴുതുന്ന ആളാണ് നരേറ്റർ. ദെൻ പെഡസ്ട്രിയൽ 1 എന്ന് പറഞ്ഞാൽ കാൽനടക്കാരൻ 1, പെഡസ്ട്രിയൽ 2 കാൽനടക്കാരൻ 2. അപ്പൊ P1 P2 എന്നാട്ടോ ഇത് നമ്മൾ ഇനി അങ്ങോട്ട്. ദെൻ ഡ്രൈവർക്ക് D എന്നാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ഡ്രൈവർ ഉണ്ട്. ഒരു ട്രാഫിക് പോലീസ് ഉണ്ട്, അതിന് T എന്നാണ് കൊടുക്കുന്നത്. ദെൻ ഓഡിയൻസ് ഉണ്ട്, A1 A2 A3 A4 എന്നൊക്കെ പറഞ്ഞിട്ട് 3-4 ഓഡിയൻസും ഉണ്ട്. ഇത്രയും ക്യാരക്ടേഴ്സ് ആണ് കേട്ടോ നമ്മുടെ സ്ട്രീറ്റ് പ്ലേയിലുള്ളത്. ഇനി നമ്മുടെ സെറ്റിങ്സ് എന്താന്ന് നോക്കാം. സ്ട്രീറ്റ് സീൻ അല്ലെ, ഒരു സ്ട്രീറ്റ് പ്ലേ ആണല്ലോ. അപ്പൊ ഒരു തെരുവിന്റെ സെറ്റിംഗ്സ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഓൺ വൺ സൈഡ് ദർ ഇസ് എ സീബ്ര ക്രോസിംഗ് ആൻഡ് ദ ട്രാഫിക് സിഗ്നൽ. ഒരു സൈഡിൽ സീബ്ര ക്രോസിംഗ് ഉണ്ട്, ട്രാഫിക് സിഗ്നൽ നമുക്ക് കാണാം. ഓൺ ദ അതർ സൈഡ്, മറ്റൊരു സൈഡിലെ പാർക്കഡ് ടൂ വീലർ പാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വിത്ത് എ ഹെൽമെറ്റ് ഹാങ്ങിങ് ഇറ്റ്സ് ഹാൻഡിൽ, അതിന്റെ ഒരു സൈഡിലായിട്ട് ഹെൽമെറ്റും തൂക്കിയിട്ടുണ്ട് ഓൺ എ കാർ അല്ലെ. അതുപോലെ ഒരു കാറും ഉണ്ട് അവിടെ. The background can show roadside posters and banners with a safety message. അതുപോലെ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്ത് കാണുന്നുണ്ട്, റോഡ് സൈഡിൽ കുറെ പോസ്റ്റേഴ്സും ബാനേഴ്സും ഉണ്ട്. അതിൽ എന്ത് എഴുതിയിട്ടുണ്ട്, സേഫ്റ്റി ആയിട്ട് ബന്ധപ്പെട്ടുള്ള കുറെ നിയമങ്ങളും മെസ്സേജുകളും എഴുതിയിട്ടുണ്ട്. ഇനി പ്രോപ്പർട്ടീസ് ആണ്. ഹെൽമെറ്റ്, പ്ലക്കാർഡ് വിത്ത് മെസ്സേജ്. പ്രോപ്പർട്ടീസ് മെയിൻ ആയിട്ട് വരുന്നത് ഹെൽമെറ്റ് ഉണ്ട്, അതുപോലെ പ്ലക്കാർഡിൽ കുറെ മെസ്സേജുകൾ എഴുതി പിടിച്ചിട്ടുണ്ട്. നോക്കാം അതിൽ എന്തൊക്കെ മെസ്സേജ് എഴുതിയിട്ടുള്ളത്. നെവർ ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ് അല്ലെ, കുടിച്ചുകൊണ്ട് വണ്ടി ഓടിക്കരുത്. യൂസ് സീബ്ര ക്രോസിംഗ് അല്ലെ, എന്താണ് സീബ്ര ക്രോസിംഗ് യൂസ് ചെയ്യാം. നോ മൊബൈൽ വൈൽ ഡ്രൈവിംഗ്, ഡ്രൈവ് ചെയ്യുമ്പോൾ മൊബൈൽ യൂസ് ചെയ്യരുത്. സേഫ് ഡ്രൈവ് സേഫ് ലൈഫ്, യൂസ് ഹെൽമെറ്റ്, യൂസ് സീറ്റ് ബെൽറ്റ് ആൻഡ് സേഫ് റോഡ് സേഫ് ലൈഫ്സ്. ഇതൊക്കെയാണ് മക്കളെ അതിൽ എഴുതി വെച്ചിട്ടുള്ള പ്ലക്കാർഡിലുള്ളത് കേട്ടോ. ഇനി നമുക്ക് സ്ക്രീൻ അങ്ങോട്ട് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പൊ എന്താണ് ഫെഡ് ഇൻ അബ്യൂസീവ് സ്ട്രീറ്റ് കോർണർ അല്ലെ, നമുക്ക് എന്ത് ചെയ്യാൻ കാണുന്നുണ്ട്, വളരെ തിരക്ക് പിടിച്ചൊരു സ്ട്രീറ്റ് ആണ്. വി സി പീപ്പിൾ. അപ്പൊ നമുക്ക് 2 ആളുകളെ നമ്മൾ ആ സ്ട്രീറ്റിൽ ഇങ്ങനെ ഫസ്റ്റ് കാണും. P1 P2 ആണത്. ഒരു കാൽനടക്കാരൻ 1, കാൽനടക്കാരൻ 2 എന്ന് പറയുന്നത് കേട്ടോ. സ്റ്റാൻഡിങ് നിയർ സീബ്ര ക്രോസിംഗ്, അവർ സീബ്ര ക്രോസിംഗിന്റെ അടുത്ത് വന്നിങ്ങനെ നിൽക്കണം, ക്രോസ് ചെയ്തിട്ടില്ല, അവരവിടെ ഇങ്ങനെ വന്നിട്ട് നിൽക്കുന്നുണ്ട്. ദ ട്രാഫിക് ലൈറ്റ് ഇസ് റെഡ് ഫോർ ദ പെഡസ്ട്രിയൻ. ട്രാഫിക് ലൈറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, കാൽനടക്കാർക്ക് വേണ്ടിയിട്ട് ചുവപ്പ് കത്തിയിട്ടുണ്ട്. ദ ഡ്രൈവർ D സ്റ്റാൻഡിങ് നെക്സ്റ്റ് ടു വീലർ. ടു വീലറിന്റെ അടുത്ത് എന്തുണ്ട്, ഒരു ഡ്രൈവർ നിൽക്കുന്നുണ്ട്. ഹെൽമെറ്റ് ഇൻ ഹാൻഡ്, അവന്റെ കയ്യിൽ ഹെൽമെറ്റും ഉണ്ട്. ഓക്കെ, ദ ട്രാഫിക് പോലീസ് സ്റ്റാൻഡ് അറ്റ് ദ സൈഡ് ഓഫ് ദ റോഡ്. റോഡിന്റെ സൈഡിൽ ട്രാഫിക് പോലീസും ഉണ്ട്. ഒബ്സർവിംഗ് 4 ഓഡിയൻസ് മെമ്പേഴ്സ്, ഒരു 4 ആൾക്കാർ വെറുതെ നോക്കി നിൽക്കുന്ന 4 ആൾക്കാരുണ്ട്. സ്റ്റാൻഡ് ക്വയറ്റ്ലി ആൻഡ് വാച്ചിങ് ദ സീൻ അൺഫോൾഡ് അല്ലെ, ഈ സീൻ ഇങ്ങനെ അവിടെ നിന്നിട്ട് ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ നരേറ്റർ ഉണ്ടാവുമല്ലോ, അവളുടെ വോയിസ് ബേക്കുന്ന വരുന്നുണ്ട്. വെൽക്കം ടു അവർ സ്ട്രീറ്റ്, നമ്മുടെ സ്ട്രീറ്റിലോട്ട് സ്വാഗതം. ടുഡേ ഈസ് ആൻ ഓർഡിനറി ഡേ, ഇന്നൊരു സാധാരണ ദിവസമാണ്. ബട്ട് ഇറ്റ്സ് ഓൾസോ എ ഡേ വി ക്യാൻ ലേൺ സംതിങ് വൈറ്റൽ. പക്ഷെ ഇന്നത്തെ ദിവസം നമുക്ക് എന്തെങ്കിലും നല്ല അടിപൊളിയായിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാം. ഒബൈയിങ് ട്രാഫിക് റൂൾസ് ക്യാൻ സേവ് ലൈഫ്സ് അല്ലെ, ട്രാഫിക് നിയമങ്ങൾ അനുസരിക്കാൻ നമ്മുടെ ജീവിതത്തിന് എന്താണ് നല്ലതാണ്, നമ്മുടെ ജീവിതത്തിന് നമുക്ക് സംരക്ഷിക്കാം. ലെറ്റ്സ് വാച്ച് കെയർഫുള്ളി, എന്നിട്ട് അത് നോക്കാൻ വേണ്ടിട്ട് പറയും. ഇത് ബേക്കുന്ന കേൾക്കും, എന്നിട്ടാണ് നാടകം തുടങ്ങുന്നത് കേട്ടോ. ക്യാമറ പാൻ ടു P1 P2 അറ്റ് ദ
കപ്സ് അല്ലെ. ഇനി ക്യാമറ എങ്ങോട്ടാണ് മക്കളെ തിരിഞ്ഞിട്ടുള്ളത്? പെഡസ്ട്രിയൽ 1ഉം പെഡസ്ട്രിയൽ ഒരു കാൽനടക്കാരന്റെ 1ന്റെ അടുത്തേക്കും രണ്ടാമത്തെ കാൽനടക്കാരന്റെ അടുത്തേക്കുമാണ് പോകുന്നത് കേട്ടോ. ഇനി P1 ലുക്കിംഗ് അറ്റ് ദ റെഡ് പെഡസ്ട്രിയൽ സിഗ്നൽ. P1 എന്താ? ഫസ്റ്റത്തെ യാത്രക്കാരന് നമ്മുടെ റെഡ് സിഗ്നൽ കത്തിയിട്ടുണ്ടല്ലോ അവിടേക്ക് നോക്കാൻ കേട്ടോ. The light is still red for us. ലൈറ്റ് ഇപ്പോഴും നമുക്ക് വേണ്ടിയിട്ട് ചുമപ്പ് കത്തിക്കൊണ്ടിരിക്കുകയാണ്. ലെറ്റ്സ് വെയിറ്റ് അണ്ടിൽ ഇറ്റ് ടേൺ ഗ്രീൻസ്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്തിട്ട് അത് ഗ്രീൻ കളർ ആവുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പൊ P2 അതെ അടുത്ത യാത്രക്കാരൻ പറയാണ് റെസ്റ്റ്ലെസ് ചെക്കിംഗ് ദ ഓൾമോസ്റ്റ് എംപ്റ്റി റോഡ്. ആള് ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും റോഡ് നോക്കുന്നുണ്ട്. വൈ വെയിറ്റ്? എന്തിനു നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യണം? ദ റോഡ് ഈസ് ക്ലിയർ. റോഡ് ഇപ്പൊ ക്ലിയർ ആണ്. ലെറ്റ്സ് ജസ്റ്റ് റൺ അക്രോസ് ആൻഡ് സേവ് സം ടൈംസ്. നമുക്ക് ഇപ്പൊ തന്നെ ഓടിപ്പോയിട്ട് നമുക്ക് കുറച്ച് സമയം സേവ് ചെയ്തൂടെ എന്ന് ചോദിക്കുകയാണ്. അടുത്ത നരേറ്റർ ക്ലോസപ്പ്. ഇനി അവിടെ നേരെ പോയിട്ട് നരേറ്ററുടെ ഫേസിലോട്ട് തന്നെ കൊണ്ടുവരികയാണ്. എന്നിട്ട് നരേറ്റർ പറയാണ് ദിസ് ഈസ് എ കോമൺ മിസ്റ്റേക്ക്. ഇതെല്ലാവരും ചെയ്യുന്ന ഒരു തെറ്റാണ്. ഇംപാഷ്യൻസ് ക്ഷമയില്ലായ്മ and ignorant traffic signals may seem harmless but it only takes on one speeding vehicle to cause a tragedy. അല്ലെ, ഇത് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ ക്ഷമയില്ലാത്തത് എന്ത് ചെയ്യും? വളരെ വലിയൊരു അപകടം വരുത്തി വെക്കും. ഇങ്ങനെ ഏതെങ്കിലും ഒരു വണ്ടി ഇങ്ങനെ സ്പീഡിൽ വന്നു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? വലിയൊരു ട്രാജഡി ഉണ്ടാക്കും, ദുരന്തം ഉണ്ടാക്കും. ഇനി വീണ്ടും ക്യാമറ P1 P2ന്റെ അടുത്തേക്ക് തന്നെ കേട്ടോ. കാൽനടക്കാരൻ 1ന്റെ അടുത്തേക്കും കാൽനടക്കാരൻ 2ന്റെ അടുത്തേക്കും വരികയാണ്. അപ്പൊ P1 പറയാണ് നോ സേഫ്റ്റി കം ഫാസ്റ്റ്. ഇല്ല, ആദ്യം നമുക്ക് നമ്മുടെ സേഫ്റ്റി ആണ് നോക്കേണ്ടത്. സീബ്ര ക്രോസിംഗ് ആൻഡ് സിഗ്നൽസ് ആർ ഹിയർ ഫോർ റീസൺ. ലെറ്റ്സ് ഫോളോ അത് റൂൾ. അല്ലെ, ഇവിടെ സീബ്ര ക്രോസിംഗ് സിഗ്നൽ ഒക്കെ വെച്ച് അതിൻ്റെതായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാവും. നമുക്ക് എന്ത് ചെയ്യാം? ആ നിയമങ്ങൾ പാലിക്കാം. അപ്പൊ P2 പറയാണ് ഓൾ റൈറ്റ്. ഇങ്ങനെ മടിച്ച് റെലക്വന്റ് പറഞ്ഞാൽ മടിച്ച് പറയാം. ഓൾ റൈറ്റ് ആയിക്കോട്ടെ, വി വിൽ വെയിറ്റ്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ട്രാഫിക് പോലീസ് സ്റ്റെപ്പ് ഇൻ സ്മൈലിംഗ്. അപ്പൊ ട്രാഫിക് പോലീസ് അവിടെ വന്നിട്ട് കുറച്ച് ചിരിച്ചുകൊണ്ട് പോയി. അതെടുത്ത് ട്രാഫിക് പോലീസ് പറയാണ് ഗുഡ് ഡിസിഷൻ, നല്ല തീരുമാനമാണ് നിങ്ങൾ എടുത്തത്. വെയിറ്റിംഗ് ഫോർ ദ സിഗ്നൽ ക്യാൻ സേവ് യുവർ ലൈഫ്. അല്ലെ, സിഗ്നൽ വെയിറ്റ് ചെയ്ത് നിങ്ങളുടെ ജീവിതത്തെ രക്ഷിക്കും. ദാറ്റ്സ് വൈ ദ ലോ സേസ്. അതാണ് നിയമം പറയുന്നത് യൂസ് സീബ്ര ക്രോസിംഗ് എന്ന് പറയാൻ കേട്ടോ. സീബ്ര ക്രോസിംഗ് ഉപയോഗിക്കുക എന്ന്. The signal turns green for pedestrians. സിഗ്നൽസ് എന്തായി? പച്ച കത്തി. ആർക്ക്? കാൽനടക്കാർക്ക് വേണ്ടിയിട്ട്. അപ്പൊ P1 P2 എന്ത് ചെയ്തു? ക്രോസ് ചെയ്തിട്ട് പോയി. ഓക്കെ, അടുത്തത് വീണ്ടും നമ്മൾ നരേറ്ററുടെ വോയിസ് തന്നെ കേൾക്കാൻ പോവാണ്. സിമ്പിൾ സ്റ്റെപ്പ് വെയിറ്റിംഗ് ഫോർ ദ സിഗ്നൽ യൂസിംഗ് ദ സീബ്ര ക്രോസിംഗ് ദിസ് പ്രൊട്ടക്ട് യുവർ എവറി ഡേ. എന്താണ് പറയുന്നത്? വെയിറ്റ് ചെയ്യുക, സിഗ്നൽ വെയിറ്റ് ചെയ്യുക, സീബ്ര ക്രോസിംഗ് ഉപയോഗിക്കുക. നിങ്ങളുടെ ജീവിതം ഒരു ദിവസം നിങ്ങളുടെ ജീവിതം നിങ്ങൾ സംരക്ഷിക്കുക. ഓക്കെ, then cut to driver near to two. ഇനി ടു വീലറിന്റെ അടുത്തുള്ള ഒരു ഡ്രൈവർ നിൽക്കുന്നുണ്ടല്ലോ, അയാളുടെ അടുത്തോട്ടാണ് അടുത്ത ക്യാമറ പോകുന്നത് കേട്ടോ. ഡ്രൈവർ ഇൻ ഹറി അബൌട്ട് സ്റ്റാർട്ട് ദ വെഹിക്കിൾസ്. ഡ്രൈവർ വണ്ടി എടുക്കാൻ വേണ്ടി സ്പീഡ് കൂട്ടാൻ വേണ്ടി നിൽക്കാണ്. ഭയങ്കര ധൃതിയാട്ടോ. ഐ എം ലൈറ്റ് ഫോർ വർക്ക്. ഞാൻ ഓൾറെഡി വൈകി പോയിട്ടുണ്ട് വർക്കിന്. നോ ടൈം ടു വിയർ ഹെൽമെറ്റ്. എനിക്ക് ഹെൽമെറ്റ് ഇടാൻ സമയമില്ല. ഇറ്റ് ജസ്റ്റ് എ ഷോർട്ട് റൈഡ് എനിവേ. ഇത് വളരെ അടുത്താണല്ലോ, ഇവിടുന്ന് കുറച്ച് തൊട്ടടുത്തത്തിന് ഞാൻ എന്തിനാ ഹെൽമെറ്റ് ഇടാൻ എനിക്ക് സമയമില്ല. ട്രാഫിക് പോലീസ് അപ്രോച്ച് ഡ്രൈവർ. ട്രാഫിക് പോലീസ് എന്ത് ചെയ്തു? ഈ ഡ്രൈവറുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പറയാണ് യൂസ് ഹെൽമെറ്റ് എന്ന് പറയുന്ന പ്ലക്കാർഡ് ഉയർത്തി പിടിച്ചുകൊണ്ട് പറയും സ്റ്റോപ്പ് റൈറ്റ് ദർ. നിങ്ങൾ അവിടെ നിൽക്കൂ. യു മസ്റ്റ് വിയർ ഹെൽമെറ്റ്. നീ നിർബന്ധമായിട്ടും ഹെൽമെറ്റ് ധരിക്കണം. വെദർ ഇറ്റ്സ് എ ഷോർട്ട് ഡിസ്റ്റൻസ് ഓർ ലോങ് ജേർണി ഇസ് എ റൂൾ ഇസ് ദ സെയിം. അല്ലെ, ചിലപ്പോ അടുത്താവാം, ചിലപ്പോൾ ദൂരെയാവാം. ദൂരെയുള്ള യാത്രയാണെങ്കിലോ ചിലപ്പോൾ അടുത്തേക്കായിരിക്കും നിങ്ങൾ പോകുന്നത്. എന്തും ആവട്ടെ, നിങ്ങൾ എന്ത് ചെയ്യണം? നിയമം തന്നെയാണ്. നിങ്ങൾ ഹെൽമെറ്റ് ധരിക്കണം. അടുത്തത് ഡ്രൈവർ പറയാണ്, എന്നിട്ട് ഇങ്ങനെ ഹെൽമെറ്റ് ഒക്കെ ധരിച്ചിട്ട് പറയാണ് യു ആർ റൈറ്റ്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഐ ഫോർഗെറ്റ് ദാറ്റ് ദ ഹെൽമെറ്റ് ഈസ് ജസ്റ്റ് എ റൂൾ. ഹെൽമെറ്റ് എന്ന് പറയുന്നത് വെറും നിയമമാണെന്നുള്ളത് ഞാൻ മറന്നു. ഇറ്റ്സ് ഫോർ മൈ ഓൺ സേഫ്റ്റി. ഇതെന്തല്ല, ഇത് വെറും ഒരു നിയമം മാത്രമല്ല, ഇതെന്റെ സേഫ്റ്റിയും കൂടെയാണ്. അപ്പൊ വീണ്ടും നമ്മൾ നരേറ്ററുടെ ശബ്ദം കേൾക്കുന്നത് ആസ് വി മോണ്ടേഴ്സ് ഓഫ് ദ റൂൾസ്. നരേറ്റർ എന്താ പറയാൻ പോകുന്നത് നോക്കാം നമുക്ക്. Never drink and drive. No mobile while driving. Use seat belt. Safe drive, safe life, safe road and safe lives. We must follow these rules. We protect everyone on the road, including ourselves. ഈ നിയമങ്ങൾ നിങ്ങൾ പാലിക്കുകയാണെങ്കിൽ നമുക്ക് റോഡിലുള്ള എല്ലാവരെയും സംരക്ഷിക്കാം, നിങ്ങളെയും നിങ്ങൾക്ക് സംരക്ഷിക്കാം. And P2 now across the street receive a call on the phone while standing on the sidewalk. അല്ലെ, അങ്ങനെ നമ്മളെ യാത്രക്കാരൻ അതിൽ പോവുകയാണ്. അതിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഫോൺ കോൾ അറ്റൻഡ് ചെയ്തിട്ടാണ് അതിലൂടെ നടന്നു പോകുന്നത്.
അപ്പോ അതുപോലെ തന്നെ രണ്ടാമത്തെ ആള് വരുന്നുണ്ട്. ആൻഡ് ജസ്റ്റ് എ സെക്കൻഡ് ലെറ്റ് മീ ആൻസർ ദിസ് കോൾ ആൻഡ് വാണ്ടേഴ്സ് ഇൻ ടു ദ സ്ട്രീറ്റ് ബിഫോർ ചെക്കിംഗ് ദ സിഗ്നൽ. എന്നിട്ട് അവർ പറയാണ് ഇവിടെ വെയിറ്റ് ചെയ്യേ, നമുക്ക് ഈ ധാര വിളിച്ചത് എന്നുള്ളത് നമുക്കൊന്ന് മറുപടി കൊടുക്കാം. അപ്പൊ ഡ്രൈവർ വന്നിട്ട് പറയുന്നുണ്ട്, ഹേ വാച്ച് ഔട്ട് സ്റ്റാർട്ടിങ് ടു മൂവ് ആൻഡ് പി2 സ്റ്റെപ്പിംഗ് ഔട്ട്. ഒന്ന് പുറത്ത് അങ്ങനെ ആ ഒരു കാൽനടക്കാരൻ കാലിങ്ങോട്ട് വെക്കാൻ പോകുന്നതിന് മുമ്പ് ഡ്രൈവർ വന്ന് പറയാണ്, ഹേ വാച്ച് ഔട്ട്, ഇത് നോക്കൂ. എന്താണ്? ഡ്രൈവർ ബ്ലോയിങ് വിസിൽ, വിസിലടിച്ചുകൊണ്ട് പറയാണ്, സ്റ്റോപ്പ്, ലുക്ക് അറ്റ് ദ സിഗ്നൽ ആൻഡ് പുട്ട് അവേ ദ ഫോൺ, നോ മൊബൈൽ വൈൽ ഡ്രൈവിംഗ് ഈവൻ ക്രോസിംഗ്. റോഡ് ക്രോസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോഴോ മൊബൈൽ യൂസ് ചെയ്യരുത്. 1 second ഡിസ്ട്രാക്ഷൻ കാൻ ലീഡ് ആൻ ആക്സിഡന്റ്. ഒരു നിമിഷത്തെ അശ്രദ്ധ ജീവിതത്തിൽ വലിയൊരു അപകടം വിളിച്ചു വരുത്തിയേക്കും എന്ന് പറയാണ്. Then P2 realize the mistake. അപ്പോ അയാളുടെ തെറ്റ് മനസ്സിലാക്കാണ്. എന്നിട്ട് പറ, ഓ ഐ എം സോറി, ഐ വാസൻ തിങ്കിങ്, ഐ അണ്ടർസ്റ്റാൻഡ്. ഞാൻ അത്രത്തോളം ചിന്തിച്ചില്ല, എനിക്കിപ്പോ മനസ്സിലായി. ഐ വോണ്ട് യൂസ് മൈ മൊബൈൽ ഫോൺ വെൻ ഐ ആം ഓൺ ദ റോഡ്. ഞാൻ റോഡിലൂടെ പോകുമ്പോൾ എന്റെ ഫോൺ യൂസ് ചെയ്യാൻ പാടില്ലായിരുന്നു. കട്ട് ടു ദ ഓഡിയൻസ് മെമ്പേഴ്സ്, one for stepping forward, each holding the placard. അല്ലെ, ഇനി ആ ഓഡിയൻസ് മുന്നോട്ട് വരികയാണ്. അവരുടെ കയ്യിൽ ഇങ്ങനെ പ്ലക്കാർഡ് പിടിച്ചിട്ടാണ് കേട്ടോ വരുന്നത്. A1 പറയുന്നത്, നെവർ ഡ്രിങ്ക് ആൻഡ് നെവർ ഡ്രൈവിംഗ് അണ്ടർ ഇൻഫ്ലുവൻസ്, നെവർ സേഫ്, ഇറ്റ്സ് ആൻ ഇൻ അറേഞ്ചസ് ആൻഡ് അതേഴ്സ്. അവരുടെ കയ്യിൽ ഒരു ഇതുണ്ട്, അവരിങ്ങനെ ജസ്റ്റ് ഒരു ഡയലോഗ്സ് ഒക്കെ പറഞ്ഞിട്ട് വരുന്നത്. അടുത്ത ഓഡിയൻസ് വരികയാണ്. യൂസ് സീറ്റ് ബെൽറ്റ് എന്ന് പറയുന്ന പ്ലക്കാർഡാണുള്ളത്. സീറ്റ് ബെൽറ്റ് സേവ് ലൈവ്സ്, ക്ലിക്ക് ബിഫോർ യുവർ ഡ്രൈവ് ഓഫ്. അല്ലെ, സീറ്റ് ബെൽറ്റ് തൊട്ട് മുമ്പ് ഇട്ട് പോകാൻ, നിങ്ങൾ ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട്. A3 അടുത്ത ആള് വന്നിട്ട് പറയാണ്, ആളുടെ അടുത്ത് സേഫ് റോഡ് സേഫ് ലൈഫ്സ് ഉണ്ട്. വെൻ വി ഓൾ ഫോളോ ദ റൂൾസ് അവർ റോഡ് ബിക്കം സേഫർ ഫോർ എവരി വൺ. അല്ലെ, നിങ്ങൾ എല്ലാ നിയമവും പാലിക്കുകയാണെങ്കിൽ ഈ റോഡ് എല്ലാവർക്കും സേഫ് ആയിരിക്കും. അടുത്ത വ്യക്തി വരികയാണ്. സേഫ് ലൈഫ് എന്ന് പറയുന്ന പ്ലക്കാർഡ് ഉണ്ട്. യുവർ കെയർഫുൾ ഡ്രൈവിംഗ് എൻഷുർ നോട്ട് ജസ്റ്റ് യുവർ സേഫ്റ്റി ബട്ട് ദ സേഫ്റ്റി ഹു ഷെയർ ദ റോഡ്. അല്ലെ, നിങ്ങൾ ഈ നിയമങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് പാലിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മാത്രമല്ല ഈ റോഡിലൂടെ വരുന്ന എല്ലാവർക്കും എന്തായിരിക്കും, അത് സേഫ്റ്റി ആയിരിക്കും. അല്ലെ, ആ റോഡിലൂടെ പോകുന്നത്. ക്യാമറ പുൾസ് ബാക്ക് ടു ഷോ ക്യാരക്ടേഴ്സ് ആൻഡ് പെഡസ്ട്രിയൻ ആൻഡ് ഡ്രൈവർ, ട്രാഫിക് പോലീസ് ആൻഡ് ഓഡിയൻസ്. അല്ലെ, ഇങ്ങനെ ഡയലോഗ് പറഞ്ഞിട്ട് ക്യാമറ എല്ലാവരുടെ അടുത്തും ഇങ്ങനെ തിരിക്കാം കേട്ടോ. ഇതൊക്കെ ഇത് പറയുമ്പോഴൊക്കെ ഒരു പിക്ചർ മനസ്സിൽ വേണം കേട്ടോ, എന്നാലും ഇത് കറക്റ്റ് ആയിട്ട് കിട്ടുക കേട്ടോ. ഓക്കെ, ദെൻ വീണ്ടും നമ്മുടെ നരേറ്ററുടെ വോയിസ് വരുന്നുണ്ട്. ഫോളോയിങ് ട്രാഫിക് റൂൾസ് മൈറ്റ് സീം ലൈക്ക് എ സ്മോൾ എഫേർട്ട് ബട്ട് ഇറ്റ് ഹാസ് എ ബിഗ് ഇമ്പാക്ട്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് അവോയ്ഡിങ് എ ഫൈൻ, ഇറ്റ്സ് അബൌട്ട് പ്രൊട്ടക്ടിങ് ഈച്ച് അതർ ലൈഫ്സ്. ലെറ്റ്സ് ജോയിൻ ഹാൻഡ്സ് ആൻഡ് പ്ലെഡ്ജ് ഒബേ ട്രാഫിക് റൂൾസ്, സേഫ് റോഡ് സേഫ് ലൈഫ്സ്. എന്നിട്ട് ലാസ്റ്റ് എന്ന് പറയാണ്, ട്രാഫിക് നിയമങ്ങൾ പാലിക്കുക എന്നുള്ളത് വളരെ ചെറിയൊരു എഫേർട്ട് മതി അതിന്. അല്ലെ, ഇത് വന്നാലോ വളരെ വലിയൊരു ഇമ്പാക്റ്റ് ആയിരിക്കും നമ്മൾ നിയമം പാലിച്ചാൽ കിട്ടുന്നത്. ഇതെന്താ, ഒരു ഫൈൻ അടക്കാൻ വേണ്ടിയിട്ട്, ഫൈൻ അടക്കാൻ മടിയോണ്ട് മാത്രം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമല്ല. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന് വേണ്ടിയിട്ട്, പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടതാണ്. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൈകൾ ചേർത്ത് ഒരു പ്രതിജ്ഞ എടുക്കാം. എന്താണ്? ഒബേ ട്രാഫിക് റൂൾസ്, നിയമങ്ങൾ ഞങ്ങൾ അനുസരിക്കും. സേഫ് റോഡ് സേഫ് ലൈഫ്സ്. അല്ലെ, ഓൾ ക്യാരക്ടറൈസ് ദെയർ പ്ലക്കാർഡ് ആൻഡ് സേ ടുഗദർ ഒബേ ട്രാഫിക് റൂൾസ്, സേഫ് റോഡ് സേഫ് ലൈഫ്സ്. എല്ലാവരും കൂടെ ഇങ്ങനെ ഉയർത്തി വന്നിട്ട് എല്ലാവരും ഒരുമിച്ച് നിന്നിട്ട് ആ പ്ലക്കാർഡ് ഉയർത്തിയിട്ടത് പറയാണ് കേട്ടോ. ഇതൊക്കെ ക്ലാസ്സിൽ അവതരിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ ഐഡിയ കിട്ടും. വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്ട്രീറ്റ് പ്ലേ കേട്ടോ. സോ നമ്മുടെ ഈ ചാപ്റ്ററിന്റെ ഷീൽഡ് ഓഫ് കറേജ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻ ആൻസറും ചാപ്റ്ററും അതിന്റെ ആക്ടിവിറ്റീസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നന്നായിട്ട് പഠിക്കുക കേട്ടോ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ചാപ്റ്ററുമായിട്ട് വീണ്ടും കാണാം.